ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് കൺസൈൻമെൻറ്റ്. ഈ ഒരു ചാപ്റ്ററും ഇനി നമുക്ക് റിമൈനിങ് ഉള്ളത് ഹയർ പർച്ചേസും ആണ്. സോ ഈ രണ്ട് ചാപ്റ്ററും കൂടി ആകുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആവുകയാണ്. സോ കൺസൈൻമെൻറ്റ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി ഇതിനകത്തുനിന്ന് ഒരു അറ്റംപ്റ്റിൽ മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. പക്ഷേ മിക്ക അറ്റംപ്റ്റിലും ഇതിൽ നിന്ന് MCQ ചോദിക്കാറുണ്ട് 2 മാർക്സിന്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആവശ്യം വേണ്ട ഏരിയാസൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജേണൽ എൻട്രി കാര്യങ്ങൾ പറയാനുണ്ട്, കൺസൈൻമെൻറ്റ് അക്കൗണ്ടും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ MCQ ആയാലും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. സോ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ കൺസെപ്റ്റും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടി ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ് ഇയറും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഇതിനകത്ത് കുറച്ച് തിയറി കാര്യങ്ങൾ പറയാനുണ്ട്, കാരണം തിയറി വൈസ് ആയിട്ടും ഇതിൽ നിന്ന് MCQ ചോദിക്കാറുണ്ട്. സോ ഞാൻ ആദ്യം ഈ ഒരു ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ തരാം, അതിന് ശേഷം നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ടും കാര്യങ്ങളിലോട്ടും പോവാം. ഓക്കെ, അപ്പോൾ പറയുകയാണെങ്കിൽ കൺസൈൻമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസൈൻമെൻറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ വിച്ച് വൺ എൻറ്റിറ്റി സെൻഡ് ഗുഡ്സ് ടു അനദർ എൻറ്റിറ്റി ഫോർ സെല്ലിംഗ് ദ ഗുഡ്സ് ഓഫ് ദ ഫോർമർ ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് കമ്മീഷൻ. കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം വേറൊരു സ്ഥാപനത്തിന് കുറച്ച് ഗുഡ്സ് അയച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? ഈ ആദ്യം അയച്ച സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ സെല്ല് ചെയ്ത് തരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കും? ഒരു കമ്മീഷൻ കൊടുക്കും. ആ കമ്മീഷൻ്റെ ബേസിസിൽ ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിന് സാധനങ്ങൾ സെല്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസൈൻമെൻറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ്. അവിടെ ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിയിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു, അയക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റി അത് സെല്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അവരത് സെല്ല് ചെയ്യും. അവർ സെല്ല് ചെയ്ത് തരുന്ന ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഈ അയച്ച എൻറ്റിറ്റി കമ്മീഷൻ കൊടുക്കും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഗുഡ്സ് ആദ്യം അയച്ചു കൊടുക്കും. ബി എന്ത് ചെയ്യും? അത് വിൽക്കും, പുറത്തെ കസ്റ്റമേഴ്സിന് വിൽക്കും. അപ്പോൾ അവർ എത്ര സെയിൽസ് നടത്തിയോ അതിന് പിന്നെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഒരു കമ്മീഷൻ, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കൺസൈൻമെൻറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ വിച്ച് വൺ എൻറ്റിറ്റി സെൻഡ് ഗുഡ്സ് ടു അനദർ എൻറ്റിറ്റി ഫോർ സെല്ലിംഗ് ദ ഗുഡ്സ് ഓഫ് ദ ഫോർമർ. ഫോർമർ എന്ന് പറഞ്ഞാൽ അയച്ച ആ എൻറ്റിറ്റി, അയച്ച ആളുടെ ഗുഡ്സ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. എന്തിനാ? ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് കമ്മീഷൻ. മുന്നേ തന്നെ അവരൊരു കമ്മീഷൻ റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും. സോ അതിന് ആ ഒരു കമ്മീഷനായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി കൺസൈൻമെൻറ്റിൽ 2 പാർട്ടീസാണുള്ളത്. കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ 2 പാർട്ടീസാണുള്ളത്. ഓക്കെ, ഒന്ന് കൺസൈനർ, ഒന്ന് കൺസൈനി. കൺസൈനർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ടി ഹു സെൻഡ് ദ ഗുഡ്സ് ടു ഇറ്റ്സ് ഏജൻറ്റ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് ഗുഡ്സ് സെയിൽ ചെയ്യാൻ വേണ്ടി ഏജൻറ്റിലേക്ക് ഗുഡ്സ് അയക്കുന്ന പാർട്ടി. ആരാണോ ഗുഡ്സ് അയക്കുന്നത് അയാളെയാണ് കൺസൈനർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പാർട്ടി ഹു സെൻഡ് ദ ഗുഡ്സ് ടു ദി ഏജൻറ്റ്സ് ഫോർ സെയിൽ. അതായത് സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഏജൻറ്റിലേക്ക് ഗുഡ്സ് എത്തിക്കുന്ന ആൾ, ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന ആൾ, ആ പാർട്ടിനെയാണ് കൺസൈനർ എന്ന് പറയുന്നത്. കൺസൈനറാണ് ശരിക്കും ആര്? പ്രിൻസിപ്പൽ. സോ പ്രിൻസിപ്പലാണ് ഏജൻറ്റിന് എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. സോ ആരാണോ ഗുഡ്സ് അയക്കുന്നത് ആ അയക്കുന്ന ആളിനെയാണ് കൺസൈനർ എന്ന് പറയുന്നത്. ആരാണോ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ആ പാർട്ടിയാണ് കൺസൈനർ. ഇനി ആരാണ് കൺസൈനി? ഇറ്റ് ഈസ് ദ പാർട്ടി ടു ഹൂം ദ ഗുഡ്സ് ആർ സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ബേസിസ്. അതായത് കൺസൈൻമെൻറ്റ് എന്ന ബേസിസിൽ ആർക്കാണോ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്, ആരാണ് അയക്കുന്നത് അയാൾ കൺസൈനർ, ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് അത് കൺസൈനി, അതാണ് ആർക്കാണ് റിസീവ് ചെയ്യുന്നത് അയാളാണ് കൺസൈനി. അപ്പോൾ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന ബേസിസിൽ കൺസൈനർ ആർക്കാണോ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ആ കിട്ടുന്ന ആളിനെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത്? കൺസൈനി എന്ന് പറയുന്നത്. കൺസൈനിയാണ് ശരിക്കും ഏജൻറ്റ്. ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് കമ്മീഷൻ ഫ്രം ദി കൺസൈനർ ആസ് കൺസിഡറേഷൻ. ഈ കൺസൈനിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് റിസീവ് ചെയ്തിട്ട് അയാൾ പുറത്തുള്ള കസ്റ്റമേഴ്സിന് അതെന്ത് ചെയ്യും? സെയിൽ ചെയ്യും. അപ്പോൾ ആ സെയിൽസിന് അയാൾക്ക് എന്ത് കിട്ടും? കൺസൈനറിൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടും. സോ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് കമ്മീഷൻ ഫ്രം ആരിൽ നിന്ന്? കൺസൈനറിൽ നിന്ന് ഒരു കൺസിഡറേഷനായിട്ട് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം കൺസൈൻമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. കൺസൈൻമെൻറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ് ഇൻ വിച്ച് വൺ എൻറ്റിറ്റി സെൻഡ് ഗുഡ്സ് ടു അനദർ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റി മറ്റൊരു സ്ഥാപനത്തിന് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. എന്തിനാണ്? അയച്ച ആളിൻ്റെ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടി. ഫോർ സെല്ലിംഗ് ദ ഗുഡ്സ് ഓഫ് ദ ഫോർമർ ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് കമ്മീഷൻ. മുന്നേ തന്നെ നിശ്ചയിച്ചൊരു കമ്മീഷന് പുറത്താണ് ഈ സെയിൽസ് ഒക്കെ നടത്തുന്നത്. ആരൊക്കെയാണ് കൺസൈൻമെൻറ്റിൽ വരുന്നത്? 2 പാർട്ടീസാണ്, കൺസൈനർ ആൻഡ് കൺസൈനി. ഇപ്പോൾ നമ്മൾ ഓരോ ഇത് പഠിക്കുമ്പോഴും അതിനകത്ത് ഓരോരോ പാർട്ടീസ് ഉണ്ട്. അതൊക്കെ ഉള്ളത് നമ്മൾ പറയുമ്പോൾ ബിൽസ്
റിസീവബിൾ ആണെങ്കിൽ ഡ്രോയർ, ഡ്രോയി, പേയ് ഉണ്ടെന്നും അങ്ങനെ നമ്മൾ പാർട്ടീസ് പറഞ്ഞ ഇതൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കൺസൈൻമെൻറ്റിനകത്ത് 2 പാർട്ടി എന്ന് പറയുന്നത് കൺസൈനർ ആൻഡ് കൺസൈനി ആണ്. കൺസൈനർ ആരാണോ ഗുഡ്സ് അയക്കുന്നത്, സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഏജൻറ്റിലേക്ക് ഗുഡ്സ് അയക്കുന്ന ആൾ, സെൻഡ് ചെയ്യുന്ന ആൾ, അയാളാണ് കൺസൈനർ, അയാളാണ് പ്രിൻസിപ്പൽ. ദെൻ ആരാണ് കൺസൈനി? ആർക്കാണോ ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്, കൺസൈൻമെൻറ്റ് ബേസിസിൽ ഗുഡ്സ് കിട്ടുന്ന ആളിനെയാണ് കൺസൈനി എന്ന് പറയുന്നത്. കൺസൈനിയാണ് ശരിക്കും ഏജൻറ്റ്. ഈ നടത്തിയ സെയിൽസിന് അയാൾക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. ആരിൽ നിന്ന്? കൺസൈനറിൽ നിന്ന് കിട്ടും. ഓക്കെ. ദെൻ കമ്മീഷൻ 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള കമ്മീഷൻ അയാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഒന്ന്, കമ്മീഷൻ അസോസിയേറ്റഡ് വിത്ത് എ കൺസൈൻമെൻറ്റ് കോൺട്രാക്ട് മേ ബി ഓഫ് ദ ഫോളോയിങ് 3 ടൈപ്സ്. ഒരു കൺസൈൻമെൻറ്റ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള കമ്മീഷനാണ് കിട്ടുക. അതിലേറ്റവും ആദ്യത്തത് ഓർഡിനറി കമ്മീഷൻ. This commission is due to the consignee from the consignor because of rendering of the regular activities of consignment business. അപ്പോൾ ഈ കൺസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് റെഗുലർ ആക്ടിവിറ്റി ചെയ്യുന്നതിൽ നിന്നും കൺസൈനർ കൊടുക്കുന്ന ഒരു പോർഷൻ ഓഫ് കമ്മീഷനാണ് ഏത്? ഓർഡിനറി കമ്മീഷൻ. അതായത് നമ്മുടെ റെഗുലർ ആക്ടിവിറ്റിയില്ലേ, സെയിൽസ് ഇല്ലേടാ. അപ്പോൾ റെഗുലർ ആക്ടിവിറ്റി കൺസൈൻമെൻറ്റ് ബേസിസിൽ കൺസൈനി ചെയ്യുന്നത് എന്താണ്? സെയിൽസാണ്. സോ റെഗുലർ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത്, അതായത് സാധാരണ രീതിയിൽ അവർ റെഗുലറായിട്ട് എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യേണ്ടത്, ആ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ചെയ്തതിന് വേണ്ടിയിട്ട് കൺസൈനറിൽ നിന്ന് കിട്ടുന്ന സാധാ കമ്മീഷനാണ് ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഗ്രോസ് സെയിൽസ്. അതായത് എത്ര സെയിൽസ് ആണോ നമ്മുടെ കൺസൈനി നടത്തിയത്, ആ സെയിൽസിന് പുറത്താണ് കമ്മീഷൻ കിട്ടുക. അതായത് റെഗുലർ ആക്ടിവിറ്റി, കൺസൈനിയുടെ റെഗുലർ ആക്ടിവിറ്റി എന്താണ്? ആ കിട്ടുന്ന ഗുഡ്സിനെ സെയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ആ റെഗുലർ ആക്ടിവിറ്റി റെൻഡർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി കൺസൈനറിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷനാണ് ഓർഡിനറി കമ്മീഷൻ. ഗ്രോസ് സെയിൽസിന് പുറത്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്താണ് ഡെൽക്രിഡർ കമ്മീഷൻ? ഇറ്റ് ഈസ് എ കമ്മീഷൻ ദാറ്റ് ഈസ് പേയബിൾ ഫോർ ടേക്കിംഗ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, നെയിംലി ബാഡ് ഡെപ്റ്റ്. ഡെൽക്രിഡർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ് കൺസൈനി പുറത്തൊരു കസ്റ്റമറിന് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് കൺസൈനിക്ക് സ്പോട്ടിൽ ക്യാഷ് കിട്ടാം, ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവാം. സോ റിസ്ക്കുകൾ അസോസിയേറ്റഡ് ആവും. ആ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസ്ക്കുകൾ ഉണ്ടാവും. സോ ആ സെയിൽസ് നടത്തുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്ക്കുകളും കൂടി അയാൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഏറ്റെടുക്കുന്നതിന് അയാൾക്ക് കിട്ടുന്ന കമ്മീഷനാണ് എന്ത്? ഡെൽക്രിഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതും ഗ്രോസ് സെയിൽസിന് പുറത്ത് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എടാ, ഇപ്പോൾ അവർ 10,000 രൂപയുടെ കൺസൈനി 10,000 രൂപയുടെ സെയിൽസ് നടത്തിയെന്ന് വെക്കുക. അതിനകത്ത് നിന്നൊരു 3,000 രൂപ ബാഡ് ഡെപ്റ്റ് ആയി പോയി. അപ്പോൾ അതൊരു റിസ്ക് അല്ലേ? ആ റിസ്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ, ആ റിസ്ക് ഏറ്റെടുത്ത് സെയിൽസ് നടത്തുകയാണെങ്കിൽ, റിസ്ക് ഏറ്റെടുത്തതിന് ആർക്ക് എന്താണ് ഈ പറഞ്ഞ കൺസൈനിക്ക് കിട്ടുന്നൊരു പോർഷൻ ഓഫ് കമ്മീഷനാണ് ഡെൽക്രിഡർ കമ്മീഷൻ. ഇത് സാധാ കിട്ടുന്ന ഓർഡിനറി കമ്മീഷന് പുറമെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ. ദെൻ തേർഡ് വൺ, ഓവർ റൈഡിങ് കമ്മീഷൻ. ദിസ് ഈസ് എൻ എക്സ്ട്രാ കമ്മീഷൻ വിച്ച് ഈസ് പെയ്ഡ് ഓവർ ആൻഡ് എബവ് ദി ഓർഡിനറി കമ്മീഷൻ. അതായത് സാധാരണ അവർക്ക് കൊടുക്കുന്ന, അവരുടെ റെഗുലറായിട്ട് സെയിൽസ് നടത്തുന്നതിന്, റെഗുലറായിട്ട് സർവീസ് കൊടുക്കുന്നതിന് സാധാരണഗതിയിൽ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ ഓർഡിനറി കമ്മീഷനാണ്. അപ്പോൾ ആ ഓർഡിനറി കമ്മീഷന് പുറമേ അവർക്ക് എക്സ്ട്രാ കിട്ടുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഇതിനെ സ്പെഷ്യൽ കമ്മീഷൻ എന്നാണ് പറയുന്നത്. ഇതെന്താ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നോർമലി അവരെല്ലാ മാസവും കൺസൈനി ഒരു 50,000 യൂണിറ്റ് ഓഫ് ഗുഡ്സാണ് സെയിൽ ചെയ്യുന്നതെന്ന് വെക്കുക. ഈ മാസം മാർച്ചിൽ അവർ 50,000 പകരം 60,000 നടത്തി, എക്സ്ട്രാ സെയിൽസ് നടത്തി. അപ്പോൾ എക്സ്ട്രാ ഇൻകം ഉണ്ടായി. സോ എക്സ്ട്രാ സെയിൽസ് ഒക്കെ നടത്തി അവരുടെ സെയിൽസിനെ കൂടുതൽ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവരത് ചെയ്തു തരുമ്പോൾ അത് ചെയ്യുന്നതിന് വീണ്ടും അവർക്കൊരു മോട്ടിവേഷൻ കിട്ടണ്ടേ. സോ അതിനു വേണ്ടി എന്ത് ചെയ്യും, സാധാരണ അവർ നടത്തുന്ന ആ ഒരു സെയിൽസിന് കിട്ടുന്ന കമ്മീഷന് പുറമെ എക്സ്ട്രാ ആയിട്ട് കമ്മീഷൻ കൊടുക്കും. എക്സ്ട്രാ സെയിൽസ് നടത്തിയതിന് എക്സ്ട്രാ ആയിട്ട് കമ്മീഷൻ കൊടുത്ത് ആ ഒരു ആക്ടിവിറ്റീനെ എൻകറേജ് ചെയ്യിക്കും. അപ്പോൾ കൺസൈനി എന്ത് മനസ്സിൽ വിചാരിക്കും, ഇനിയും അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ സെയിൽസ് നടത്തിയാൽ ഒരുപാട് കമ്മീഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് അയാൾ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കും. സോ അതൊരു എൻകറേജ്മെൻ്റ് ആണ്. സോ അങ്ങനെ എക്സ്ട്രാ അവർ ഇത് ചെയ്യുമ്പോൾ, സെയിൽസ് നടത്തുമ്പോൾ അതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ കമ്മീഷനെയാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. നോർമലായി നടത്തുന്ന സെയിൽസിന് പുറമെ അവർക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. സോ ഇതാണ് 3 തരത്തിലുള്ള കമ്മീഷൻ എന്ന് പറയുന്നത്. കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 3 തരത്തിൽ കമ്മീഷനുണ്ട്. ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് കമ്മീഷൻ ഈസ് ഡ്യൂ ടു ദി കൺസൈനി ഫ്രം ദ കൺസൈനർ ബിക്കോസ് ഓഫ് റെൻഡറിങ് ഓഫ് റെഗുലർ ആക്ടിവിറ്റീസ് ഓഫ് കൺസൈൻമെൻറ്റ് ബേസിസ് ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഗ്രോസ് സെയിൽസ് മെയ്ഡ് ബൈ ദി കൺസൈനി. അതായത് സാധാരണ രീതിയിൽ റെഗുലറായിട്ട് നടത്തുന്ന ആക്ടിവിറ്റി ചെയ്യുമ്പോൾ
കൺസൈനറിൽ നിന്ന് കൺസൈനിക്ക് കിട്ടുന്ന കമ്മീഷനാണ് സാധാരണ സെയിൽസ് നടത്തുമ്പോൾ കിട്ടുന്നത്. ഗ്രോസ് സെയിൽസിന് പുറത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെൽ ക്രെഡിറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, കടത്തിന് സെയിൽ നടത്തുമ്പോൾ അവിടെ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന കമ്മീഷനാണ് ഡെൽ ക്രെഡിറ്റാർ കമ്മീഷൻ എന്ന് പറയുന്നത്. അതും ഗ്രോസ് സെയിൽസിന് പുറത്ത് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഓവർ റൈഡിങ് കമ്മീഷനാണ്. അതായത് അവർ സാധാരണ സെയിൽസ് നടത്തിയിട്ട് എക്സ്ട്രാ സെയിൽസ് ഒക്കെ നടത്തുന്ന സമയത്ത് അവർക്ക് എക്സ്ട്രാ കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഓർഡിനറിക്ക് പുറമേ, ഓർഡിനറി അവർക്ക് കിട്ടും, അതിന് പുറമേ കിട്ടുന്നതാണ് ഓവർ റൈഡിങ്. ഓക്കെ, അതിനെ സ്പെഷ്യൽ കമ്മീഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ കൺസൈൻമെൻറ്റ് എന്താണെന്നും അതിൻ്റെ പാർട്ടീസ് ആരൊക്കെയാണെന്നും അതിൻ്റെ 3 തരത്തിലുള്ള കമ്മീഷനും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. പ്രൊഫോമ ഇൻവോയ്സ്. എന്താണ് പ്രൊഫോമ ഇൻവോയ്സ്? പറയുന്നുണ്ട്, ദിസ് ഡോക്യുമെൻ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി കൺസൈനർ ടു ഇറ്റ്സ് ഏജൻറ്റ്, ദാറ്റ് ഈസ് കൺസൈനി, അറ്റ് ദ ടൈം ഓഫ് സെൻഡിങ് ദ ഗുഡ്സ്. അതായത് കൺസൈനർ കൺസൈനിയിലേക്ക് ഗുഡ്സ് അയക്കത്തില്ലേടാ. ഗുഡ്സ് അയക്കുന്ന സമയത്ത് കൺസൈനർ എന്ത് ചെയ്യും? ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യും. ആ ഡോക്യുമെൻറ്റിനെയാണ് പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. എന്താണ്? കൺസൈനിക്ക് ഗുഡ്സ് അയക്കുന്ന സമയത്ത്, അറ്റ് ദ ടൈം ഓഫ് സെൻഡിങ് ദ ഗുഡ്സ് അയക്കുന്ന സമയത്ത്, സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസൈനർ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യും. ആ ഡോക്യുമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മെൻഷൻസ്, അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യും. റിഗാർഡിങ് ഗുഡ്സ് അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് വരും. ലൈക്ക് ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എത്ര, ഗുഡ്സിൻ്റെ പ്രൈസ് എത്ര, ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ എക്സ്പെൻസ് എത്ര, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ കാണും. ക്വാണ്ടിറ്റി, പ്രൈസ്, അതിൻ്റെ എക്സ്ട്രാ വന്ന എക്സ്പെൻസുകൾ, ഇതെല്ലാം അതിനകത്ത് കാണും. ഇറ്റ് ഈസ് എൻ എവിഡൻസ് ഓഫ് ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ്. അതായത് ഗുഡ്സ് കൺസൈനിക്ക് കൊടുത്തു എന്നുള്ളതിനൊരു എവിഡൻസ് വേണ്ടേടാ. അതിനുള്ളൊരു എവിഡൻസ് ആണ് ശരിക്കും ഇതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫോർമാറ്റ് റിസംബിൾസ് ദാറ്റ് ഓഫ് എ റെഗുലർ ഇൻവോയ്സ്. സാധാരണ രീതിയിൽ നമ്മളൊരു ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഫോർമാറ്റ് ഉണ്ടാവുക, അതേ ഫോർമാറ്റ് തന്നെയാണ് ഈ പ്രൊഫോമ ഇൻവോയ്സും ഉണ്ടാക്കുന്നത്. സോ ഇത്ര മനസ്സിലാക്കുക, പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കൺസൈനിയിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ടൈമിൽ, അറ്റ് ദ ടൈം ഓഫ് സെൻഡിങ് ദ ഗുഡ്സ് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന, ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രൊഫോമ ഇൻവോയ്സ്. ഇതിനകത്ത് അയക്കുന്ന ഗുഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണും. അതായത് ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി, ഗുഡ്സിൻ്റെ പ്രൈസ്, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് എല്ലാം അതിനകത്ത് കാണും. ഒരു ഗുഡ്സ് അയച്ചു എന്നതിന് എവിഡൻസ് വേണ്ടേ, ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്തു എന്നുള്ളതിന് എവിഡൻസ് വേണ്ടേ. സോ അതിനുള്ള ഒരു എവിഡൻസ് കൂടിയാണ് ഈ പറഞ്ഞ പ്രൊഫോമ ഇൻവോയ്സ്. അതുപോലെ ഇതിന് ഒരു സാധാരണ ഇൻവോയ്സ്, റെഗുലർ ഇൻവോയ്സ് എങ്ങനെയാണോ അതിൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അക്കൗണ്ട് സെയിൽസ് ആണ്. എന്താണ് അക്കൗണ്ട് സെയിൽസ്? ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ്, മറ്റൊരു ഡോക്യുമെൻ്റാണ്, വിച്ച് ഈസ് പീരിയോഡിക്കലി സെൻഡ് ബൈ ദി കൺസൈനി ടു ദി കൺസൈനർ. പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് കൊടുക്കുന്നതാണ്. എന്നാൽ അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, പീരിയോഡിക്കലി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ്, എത്ര സെയിൽസാണ് കൺസൈനി നടത്തിയത്, കൺസൈനറിൻ്റെ ബിഹാഫിൽ നിന്നുകൊണ്ട് എത്ര സെയിൽസാണ് കൺസൈനി നടത്തിയത് എന്നുള്ളതാണ് അതിൽ വരുന്നത്. അയാൾ നടത്തിയ സെയിൽസ്, അയാൾക്ക് കിട്ടിയ കമ്മീഷൻ, എക്സ്പെൻസസ്, കൺസൈനിക്ക് നേരിട്ട് വന്ന കുറച്ച് എക്സ്പെൻസുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണും. ഇറ്റ് ഈസ് എ പോസ്റ്റ് സെയിൽസ് ഡോക്യുമെൻ്റ്. അതായത് സെയിൽസ് നടന്നതിന് ശേഷം അവർ പീരിയോഡിക്കലി പ്രിപ്പയർ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ് അക്കൗണ്ട് സെയിൽസ്. സോ അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നതാണ്, മാറിപ്പോകരുത്. പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഗുഡ്സ് അയക്കുന്ന സമയത്ത് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. സാധാ ഒരു ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. ഗുഡ്സ് അയച്ചു എന്നുള്ളതിനൊരു എവിഡൻസും കൂടിയാണ്. എന്നാൽ അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ഡോക്യുമെൻ്റാണ്. അത് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? കൺസൈനർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് പീരിയോഡിക്കലി. ആൻഡ് ഇതിനകത്ത് അവർ ഏതൊക്കെ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്തോ, കൺസൈനി ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തിയോ, ലൈക്ക് അവർ നടത്തിയ സെയിൽസ്, കിട്ടിയ കമ്മീഷൻ, വന്ന എക്സ്പെൻസുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണും. സെയിൽസ് നടന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഇതിനെ പോസ്റ്റ് സെയിൽസ് ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? മാറിപ്പോകരുത്. പ്രൊഫോമ ഇൻവോയ്സ് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നതും അക്കൗണ്ട് സെയിൽസ് കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നതുമാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസൈൻമെൻറ്റും സെയിൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. കൺസൈൻമെൻറ്റ് ഒരു തരത്തിലുള്ള സെയിൽസ് തന്നെയാണ്, എങ്കിലും അതിനകത്ത് വ്യത്യാസമുണ്ട്. സോ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. സെയിൽസ് എന്ന് പറഞ്ഞാൽ, ഇൻ സെയിൽസ് ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി. ഒരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സെല്ലറിൻ്റെ കയ്യിലിരിക്കുന്ന ഗുഡ്സ് വാങ്ങിയ ബയറിൻ്റെ കയ്യിലേക്ക് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യും, കൊടുക്കും.
എന്നാൽ കൺസൈൻമെൻറ്റിലാണെങ്കിൽ ദ പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ടു ദ ബയർ വൺലി വെൻ ഗുഡ്സ് ആർ സോൾഡ് ബൈ ദി കൺസൈനി. അതായത് കൺസൈൻമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് എന്താണ് കൺസൈനി വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ബയറിൻ്റെ കയ്യിലേക്ക് എത്തൂ. അതായത് കൺസൈനിക്ക് ഗുഡ്സ് അയച്ചിട്ടുണ്ടാവും, കൺസൈനി അത് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറഞ്ഞ ബയ്യറിൻ്റെ കയ്യിലേക്ക് ഗുഡ്സ് എത്തും. അപ്പോൾ സെയിൽസിലാണെങ്കിൽ ഡയറക്റ്റ് ഡീലിംഗ് അല്ലേ, സെല്ലറിൽ നിന്ന് ഡയറക്റ്റ് അപ്പോൾ തന്നെ ബയ്യറിലേക്ക് ഗുഡ്സ് പോകും. പക്ഷേ കൺസൈൻമെൻറ്റിലാണെങ്കിൽ അവിടെ കൺസൈനിക്ക് അയച്ചിട്ടുണ്ടാവും, പക്ഷേ കൺസൈനി സെയിൽസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ, ബയ്യറിൻ്റെ കയ്യിലേക്ക് പോകും. ഇൻ കൺസൈൻമെൻറ്റ് ബേസിസ് ദ പ്രോപ്പർട്ടി വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദി ബയ്യർ വൺലി വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ബൈ ദി കൺസൈനി. ആ ഗുഡ്സ് ഇപ്പം സെയിലിലാണെങ്കിൽ ഗുഡ്സ് എപ്പോൾ ആ സെയിൽസ് നടന്ന ഉടനെ തന്നെ ബയ്യറിലേക്ക് പോകും. എന്നാൽ കൺസൈൻമെൻറ്റിലാണെങ്കിൽ പ്രോപ്പർട്ടി എപ്പോഴേ പോകത്തുള്ളൂ, ആ ഗുഡ്സ് കൺസൈനി വിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ. കൺസൈനി വിൽക്കണം, കൺസൈനർ കൊടുത്തു എന്ന് വെച്ചിട്ട് കാര്യമില്ല, കൺസൈനി അത് സെയിൽ ചെയ്താൽ മാത്രമേ ബയ്യറിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ. ഇൻ സെയിൽസ് ദ റിസ്ക് അറ്റാച്ചിങ് ടു ഗുഡ്സ് പാസസ് വിത്ത് ഓണർഷിപ്പ് ടു ദി ബയർ. സെയിലിനകത്താണെങ്കിൽ ഒരു ഗുഡ്സ് നമ്മൾ വിൽക്കുന്ന സമയത്ത് ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്ക് ഉണ്ടോ അതെല്ലാം വാങ്ങുന്ന ബയറിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. എന്നാൽ കൺസൈൻമെൻറ്റിൽ ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് കൺസൈനിയിലേക്ക് പോകുന്നില്ല, ഗുഡ്സ് മാത്രമേ കൺസൈനിയിലേക്ക് പോകുന്നുള്ളൂ, ഗുഡ്സിൻ്റെ റിസ്ക് പോകുന്നില്ല. കാരണം കൺസൈനി ഇടനിലക്കാരനായിട്ട് ഏജൻ്റായിട്ട് നിന്നുകൊണ്ട് അത് വിൽക്കുന്നതേ ഉള്ളൂ. സോ ഗുഡ്സ് അയാളിലേക്ക് വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ട്രാൻസ്ഫർ ആവില്ല. സെയിലാണെങ്കിൽ ഗുഡ്സ് നമ്മൾ പൂർണ്ണമായിട്ട് വിൽക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്ത് റിസ്ക് ഉണ്ടെങ്കിലും അതെല്ലാം ബയറിലേക്ക് പോകും. കൺസൈൻമെൻറ്റിലാണെങ്കിൽ നമ്മൾ ഗുഡ്സ് മാത്രമേ അയക്കുന്നുള്ളൂ, റിസ്ക് അസോസിയേറ്റിംഗ് വിത്ത് ദ ഗുഡ്സ് എന്ന് പറയുന്നത് പാസ്സാകുന്നില്ല. ഓക്കെ, കാരണം അയാൾ ജസ്റ്റ് ഒരു ഏജൻറ്റ് മാത്രമാണ്. ഓക്കെ. ദ റിലേഷൻഷിപ്പ് ഓഫ് കൺസൈനർ ആൻഡ് കൺസൈനി. ഇവിടെ നോക്കുക, ഈ രണ്ട് പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണേ. അതായത് ഞാൻ കോളം മാറി എഴുതിയതാണ്. സോ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണം, അതുകൊണ്ടാണ് ഞാൻ ആരോ മാർക്ക് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം സെയിൽസ് തന്നെ നോക്കാം. റിലേഷൻഷിപ്പ് ഓഫ് ബയർ ആൻഡ് സെല്ലർ. ബയ്യറും സെല്ലറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഗവേൺ ചെയ്യുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്, 1930. അത് നമുക്ക് ലോ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കാനുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സോ ആ ഒരു ആക്ട് പ്രകാരമാണ് ബയ്യറും സെല്ലറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡീൽ ചെയ്യുന്നത്. ഇനി കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻ പ്രിൻസിപ്പിളും ഏജൻറ്റും പോലെയാണ്. ഓക്കെ, അതായത് ഡയറക്റ്റ് ഒരു പ്രിൻസിപ്പിൾ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു, ഏജൻറ്റ് പ്രിൻസിപ്പിളിന് വേണ്ടി വിറ്റ് കൊടുക്കുന്നു, ആ ഒരു തരത്തിലുള്ള റിലേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ഇവിടെയും ഇൻ്റർചേഞ്ച് ചെയ്യണം നിങ്ങൾ. അടുത്തത്, ഗുഡ്സ് സോൾഡ് ഓൺ സെയിൽ ബേസിസ് ആർ നോർമലി നോട്ട് റിട്ടേണബിൾ അൺലെസ് ദർ ഈസ് സം ഡിഫക്റ്റ് ഓൺ ദം. സാധാരണ നമ്മൾ ഒരാൾക്കൊരു സെയിൽസ് നടത്തി കഴിഞ്ഞാൽ എന്താണ്, ആ കൊടുത്ത ഗുഡ്സ് പിന്നെ നമുക്ക് റിട്ടേൺ വരത്തില്ല. നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ക്യാഷ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിട്ടേൺ പറ്റത്തില്ല. അൺലെസ് എപ്പോൾ പറ്റും, അതായത് ചിലപ്പോൾ അതിൽ വലിയ വലിയ ഡിഫക്റ്റുകളോ ഡാമേജുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ പോസിബിളാണ്. അല്ലാതെ നമ്മൾ അയച്ച ഗുഡ്സ് കുറച്ച് കഴിയുമ്പോൾ വേണ്ടാന്ന് തോന്നി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സെയിലിനകത്ത് നമ്മൾ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ, സെയിൽസ് ബേസിസിൽ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നോർമലി റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അൺലെസ് പറ്റും എപ്പോൾ, അവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ ചെയ്യാം, അല്ലാതെ നോർമലി ഇറ്റ്സ് നോട്ട് റിട്ടേണബിൾ. എന്നാൽ കൺസൈൻമെൻറ്റിലാണെങ്കിൽ അൺസോൾഡ് ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് ബേസിസ് ആർ പ്രോപ്പർട്ടി ഓഫ് ദ കൺസൈനർ ആൻഡ് മേ ബി റിട്ടേൺഡ് ഇഫ് നോട്ട് സെയിലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇനി കൺസൈൻമെൻറ്റ് ബേസിസിലാണെങ്കിൽ, നമ്മൾ സെയിലിലാണെങ്കിൽ നമ്മൾ വിറ്റ ഗുഡ്സിന് പിന്നെ റിട്ടേൺ പോസിബിൾ അല്ല, അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ അതെന്തല്ല പോസിബിൾ അല്ല. എന്നാൽ കൺസൈൻമെൻറ്റിലാണെങ്കിൽ ഗുഡ്സ് നമ്മൾ കൺസൈനിയിലേക്ക് കൊടുത്തു, കൺസൈനി സെയിൽസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസിങ് സ്റ്റോക്ക് ആയിട്ടിരിക്കുകയാണ്, അൺസോൾഡ് സ്റ്റോക്കാണ്. ആ അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടിയാണ്, കൺസൈനറിൻ്റെതാണ്. കാരണം കൺസൈനർ സെയിൽ ചെയ്യണം എന്നൊറ്റ ഇൻറ്റൻഷനിൽ അയച്ചു കൊടുത്തതാണ്. അത് സെയിൽ ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ റിമൈനിങ് ഇരിക്കുന്ന ഗുഡ്സ് ആരുടെ തന്നെയാണ്, കൺസൈനറിൻ്റെ തന്നെയാണ്. അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടിയാണ്, കൺസൈനറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സെയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അപ്പോൾ റിട്ടേൺ എവിടെ പോസിബിളാണ്, കൺസൈൻമെൻറ്റിൽ പോസിബിളാണ്. അതായത് ആ കൺസൈനിയുടെ കയ്യിൽ 10,000 ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുത്തു, അതിൽ നിന്നൊരു 8,000 അവർ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു, ബാക്കി ഒരു 2,000 ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ആ അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ശരിക്കും ആരുടെ പ്രോപ്പർട്ടിയാണ്, കൺസൈനറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് വിറ്റിട്ടില്ലെങ്കിൽ തിരിച്ചെന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. പക്ഷേ സെയിൽസിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ വിറ്റ 10,000 അവിടെ പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവർക്കത് റിട്ടേൺ ചെയ്യാം. സോ ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സെയിലാണെന്നുണ്ടെങ്കിൽ ആ സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യും പ്രോപ്പർട്ടി. കൺസൈൻമെൻറ്റ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യും എപ്പോൾ, ഈ പറഞ്ഞ കൺസൈനി സെയിൽസ് നടത്തിയാൽ മാത്രമേ ട്രാൻസ്ഫർ ആവത്തുള്ളൂ. ഇനി
സെയിലിനകത്താണെങ്കിൽ ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകളെല്ലാം വാങ്ങുന്ന ബയറിലേക്ക് പോകും. കൺസൈൻമെൻറ്റിലാണെങ്കിൽ അതിൻ്റെ റിസ്ക് എന്ത് ചെയ്യത്തില്ല, കൺസൈനിയിലേക്ക് പോകത്തില്ല. കാരണം അയാൾ ജസ്റ്റ് ഒരു ഏജൻറ്റ് മാത്രമാണ്. ബയറും സെല്ലറും തമ്മിലുള്ള റിലേഷൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലാണ് ഗവേൺ ചെയ്യുന്നത്. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻ പ്രിൻസിപ്പളും ഏജൻറ്റും പോലെയാണ് വരുന്നത്. ഇനി നമ്മൾ സെയിൽ ബേസിസിൽ ഗുഡ്സ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നോർമലി റിട്ടേണബിൾ അല്ല. ഇൻ കേസ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ റിട്ടേണബിൾ അല്ല. ഇനി കൺസൈൻമെൻറ്റിൽ നമ്മൾ അയക്കുന്ന അൺസോൾഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും കൺസൈനറിൻ്റെ എന്താണ്, സ്റ്റോക്കാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. സോ അത് റിട്ടേൺ ചെയ്യണം നമ്മൾ വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. തിയറി പറയാനും ഇത്രയേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ കൺസൈൻമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ്. ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിയിലേക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റി എന്ത് ചെയ്യണം, അതിനെ വിറ്റ് കൊടുക്കണം ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് കമ്മീഷൻ. അതിൽ രണ്ട് പാർട്ടിയുടെ കൺസൈനർ, കൺസൈനി ആരാണോ സെൻഡ് ചെയ്യുന്നത് അത് കൺസൈനറും, ആരാണോ റിസീവ് ചെയ്ത് സെല്ല് ചെയ്യുന്നത് അയാൾ കൺസൈനിയുമാണ്. കമ്മീഷൻ 3 രീതിക്കുണ്ട്. ഓർഡിനറി, അതായത് നോർമൽ റെഗുലർ ആക്ടിവിറ്റി ഓഫ് സെയിൽസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ. ഡെൽക്രിഡർ എന്ന് പറഞ്ഞാൽ റിസ്ക് അസോസിയേറ്റ്, അതായത് റിസ്ക് എടുക്കുകയാണെങ്കിൽ റിസ്ക് ടേക്കിങ്ങിന് കിട്ടുന്ന കമ്മീഷനാണ്. ദെൻ ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെയിൽസൊക്കെ പ്രൊമോഷനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ. പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കൺസൈനർ ഗുഡ്സ് അയക്കുന്ന ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് അയക്കുന്ന ഗുഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണും. ലൈക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ എക്സ്പെൻസസ് എല്ലാം അതിനകത്ത് കാണും. ഇതെന്ന് പറഞ്ഞാൽ നോർമലി റെഗുലർ ഇൻവോയ്സിൻ്റെ സെയിം ഫോർമാറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഗുഡ്സ് അയച്ചു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസും കൂടിയാണ്. അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്റാണ്. അത് കൺസൈനറിലേക്ക് അയക്കുന്നതാണ്. അതിനകത്ത് എന്താണ് അതായത് കൺസൈനി നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണും. ലൈക്ക് സെയിൽസ് നടത്തിയത്, കൺസൈനിയുടെ കമ്മീഷൻ, പിന്നെ അതുപോലെ എക്സ്പെൻസസ് എല്ലാം അതിനകത്ത് വരും. ഇതൊരു പോസ്റ്റ് സെയിൽസ് ഡോക്യുമെൻ്റ് ആണ്. ദെൻ നമ്മൾ ഡിഫറൻസ് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേടാ? ഈ 2 പോയിൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യണേ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കുറച്ച് ജേണൽ എൻട്രീസ് ആണ്. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ജേണൽ എൻട്രി ഇത് വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറയും, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ജേണൽ എൻട്രി നോക്കുകയാണ്. ഫസ്റ്റ്, വെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുക്കുകയാണ്. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് അയക്കുകയാണ്. അങ്ങനെ കൺസൈൻമെൻറ്റിൽ ഗുഡ്സ് അയക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ നോക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അവിടെ ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം കൺസൈനറിൻ്റെ ബുക്കിലുള്ള എൻട്രിയാണ്. കൺസൈനറിൻ്റെ ബുക്കിലുള്ള എൻട്രീസാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഈ ജേണൽ എൻട്രീസ് എല്ലാം കൺസൈനറുടെ ബുക്കിലാണ്. അപ്പോൾ കൺസൈനർ ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന സമയത്ത് കൺസൈനറിൻ്റെ കയ്യിലിരുന്ന സ്റ്റോക്ക് ഗുഡ്സ് കുറയല്ലേടാ. സോ നമ്മളതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റാണ് സ്റ്റോക്കിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് കുറയുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അതായത് ഗുഡ്സ് കുറഞ്ഞു, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദെൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, അത് ശരിക്കും ഒരു നോമിനൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. എക്സ്പെൻസിൻ്റെയും ഇൻകത്തിൻ്റെയും വരുന്ന ഒരു ലൈക്ക് ഇതാണ്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ഗുഡ്സ് കുറഞ്ഞത് കൊണ്ട് ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. സോ ഗുഡ്സ് അയക്കുന്ന ടൈമിൽ കൺസൈനറിൻ്റെ ബുക്കിൽ വരുന്ന എൻട്രി എന്താണ്, ഗുഡ്സ് അയക്കുന്ന സമയത്ത് കൺസൈനറിൻ്റെ ബുക്കിൽ വരുന്ന എൻട്രിയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, കൺസൈനറിന് എന്ത് വരും, എക്സ്പെൻസസ് വരും. കൺസൈനറിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഗോഡൗണിൽ നിന്ന് വണ്ടിയിൽ കയറ്റി ട്രാൻസ്പോർട്ടേഷൻ വരുന്ന ചാർജ് വരും, കയറ്റി വെക്കുന്ന ക്യാരേജ് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്പെൻസസ് ആർക്ക് വരും, കൺസൈനറിന് വരും. അയച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ വരെ എത്തണ്ടേ, എത്തുന്നതിന് ട്രാൻസ്പോർട്ടേഷനും കയറ്റി വെക്കുന്നതിന് ക്യാരേജും ഒക്കെ വരും. സോ കൺസൈനറിൻ്റെ എക്സ്പെൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ എൻട്രി ഇടുന്നത്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അഗെയിൻ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവല്ലേ ടു ബാങ്ക്. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ദെൻ കൺസൈനിക്ക് എക്സ്പെൻസ് വരും. കൺസൈനിയുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഡ്സ് കൺസൈനിയുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ വീണ്ടും അത് എഗെയിൻ ഇറക്കി വെക്കണം. അതുകൂടെ കൊണ്ടുവന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും, ക്യാരേജ് വരും. സോ അങ്ങനത്തെയുള്ള സെല്ലിംഗ് എക്സ്പെൻസസ് വരും. അതായത് കൺസൈനിയാണ് ഇനി സെയിൽസ് നടത്തുന്നത്, സെല്ലിംഗ് എക്സ്പെൻസ് വരും, ഡിസ്ട്രിബ്യൂഷൻ ചാർജ് അങ്ങനെയൊക്കെ വരും. സോ അപ്പോൾ കൺസൈനിക്ക് മറ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കൺസൈനിയുടെ ആവശ്യമാണോ ഇത്? അല്ല, കൺസൈനറിന് വേണ്ടി കൺസൈനി സെയിൽസ് നടത്തി കൊടുക്കുന്നതല്ലേ. അപ്പോൾ കൺസൈനിക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ കൺസൈനി എന്ത് ചെയ്യും, അത് ആരിൽ നിന്ന് തിരിച്ച് മേടിക്കും, കൺസൈനറിൽ നിന്ന് തിരിച്ചു മേടിക്കും.
അപ്പോൾ നമ്മൾ കൺസൈനറിൻ്റെ ബുക്കിലുള്ള എൻട്രിയാണ് ഇടുന്നത്. അപ്പോൾ കൺസൈനി അയാൾക്ക് വന്ന എക്സ്പെൻസസ് തിരിച്ചു വാങ്ങുന്ന സമയത്ത് എൻട്രി എങ്ങനെ വരും? കൺസൈനിക്ക് നമ്മൾ കൊടുക്കണം. സോ കൺസൈനിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യണം. കൺസൈനി എന്നൊരു ലൈബിലിറ്റി ഇവിടെ വരികയാണ്. സോ കൺസൈനിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ദെൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അഗെയിൻ എക്സ്പെൻസ് ആയിട്ട് കൺസൈൻമെൻറ്റ് ടു കൺസൈനി. ദെൻ എന്ത് ചെയ്യും? സെയിൽസ് നടത്തും. ആര്? കൺസൈനി അല്ലേ സെയിൽസ് നടത്തുന്നത്. കൺസൈനി സെയിൽസ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആ ക്യാഷ് തരും അല്ലേ? ആ ക്യാഷ് തരും. അപ്പോൾ കൺസൈനി സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ എൻട്രി എങ്ങനെ ഇടും? കൺസൈനി എന്നൊരു അസറ്റ് അവിടെ ഫോം ചെയ്തു. സോ ഡെബിറ്റ് ചെയ്തു ടു കൺസൈൻമെൻറ്റ്. എക്സ്പെൻസ് കുറഞ്ഞു ടു കൺസൈൻമെൻറ്റ്. കൺസൈനി എന്നൊരു അസറ്റ് അവിടെ ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ കൺസൈനിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു ടു കൺസൈൻമെൻറ്റ്. ഇനി കമ്മീഷൻ. ഇനി കൺസൈനിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? കമ്മീഷൻ കൊടുക്കണം. സോ അഗെയിൻ എന്താണ്? കൺസൈൻമെൻറ്റ് ടു കൺസൈനി. കൺസൈനി എന്നൊരു ലയബിലിറ്റി വന്നു. സോ കമ്മീഷൻ കൊടുത്തു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ഈ കൊടുത്ത ഗുഡ്സ് എല്ലാം വിൽക്കണം എന്നില്ലല്ലോ, അതിനകത്ത് അൺസോൾഡ് പോർഷനും വരും. സോ എന്ത് ചെയ്യും? സ്റ്റോക്ക് കൂടും. സ്റ്റോക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അതിനെ ഡെബിറ്റ് ചെയ്തു ടു കൺസൈൻമെൻറ്റ്. സോ ഇത്രയും ഒരു 6 എൻട്രി മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഈ 6 എൻട്രി പഠിക്കാം. ഇതെല്ലാം കൺസൈനറിൻ്റെ ബുക്കിലുള്ള എൻട്രിയാണ്. ആദ്യം ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, കാരണം അവിടെ ഗുഡ്സ് കുറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തു. അടുത്ത കൺസൈനറിന് എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസസ് എന്ത് ചെയ്യും? അയാൾ മീറ്റ് ചെയ്യും. എങ്ങനെ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ദെൻ കൺസൈനിക്ക് വരും. ആ കൺസൈനി എന്ത് ചെയ്യും? കൺസൈനറുടെ നിന്ന് തിരിച്ചു മേടിക്കും. അപ്പോൾ കൺസൈനി എന്നൊരു ലയബിലിറ്റി അവിടെ റൈസ് ആവും. സോ കൺസൈൻമെൻറ്റ് ടു കൺസൈനി. ദെൻ കൺസൈനി എന്ത് ചെയ്യും? സെയിൽസ് നടത്തും. എന്നിട്ട് നമ്മളെ അറിയിക്കും. സോ നമുക്ക് കൺസൈനി എന്നൊരു അസറ്റ് അവിടെ ഫോം ചെയ്യുകയാണ്. അയാൾ പൈസ തരും. അപ്പോൾ അസറ്റ് ഫോം ചെയ്യുകയാണ്, ഡെപ്റ്റർ ഫോം ചെയ്യുകയാണ്. സോ കൺസൈനി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ്. ദെൻ കമ്മീഷൻ ആർക്ക് കൊടുക്കണം? കൺസൈനിക്ക് കൊടുക്കണം. അതെന്താണ്? കൺസൈനി. അപ്പോൾ വീണ്ടും എഗെയിൻ ഒരു ലൈബിലിറ്റി ആയി. സോ കൺസൈൻമെൻറ്റ് ടു കൺസൈനി. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഗെയിൻ കൂടി. സോ കൺസൈൻമെൻറ്റ് സ്റ്റോക്കിനെ ഡെബിറ്റ് ചെയ്തു ടു കൺസൈൻമെൻറ്റ്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ ജേണൽ എൻട്രി. 6 എൻട്രി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഇതുവരെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയെടുത്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ആദ്യം നമുക്ക് MCQ തന്നെ നോക്കാം. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, എങ്കിലേ കാര്യങ്ങൾ പിടിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അജയ് ഓഫ് ജയ്പൂർ സെൻഡ് ഗുഡ്സ് ഓഫ് 2,50,000 ടു വിജയ് ഓഫ് മുംബൈ. ശ്രദ്ധിക്കാം, അജയ് ആർക്ക് സെൻഡ് ചെയ്യാണ്? വിജയ്ക്ക് സെൻഡ് ചെയ്യാണ്. സോ ആരാണ് ഇവിടുത്തെ കൺസൈനർ? അജയ്. ആരാണ് കൺസൈനി? വിജയ്. അജയ് പെയ്ഡ്, കൺസൈനറിന് വന്ന എക്സ്പെൻസ് ആണ് 8,500. എന്തായിട്ട്? റെയിൽവേ ഫ്രൈറ്റ് ആയിട്ട്, അതായത് ട്രെയിനിലൂടെയാണ് അയച്ചത്. അപ്പോൾ ഒരു 8,500 റെയിൽവേ ഫ്രൈറ്റ് വന്നു. ഇൻഷുറൻസ് ആയിട്ട് അയച്ച ഗുഡ്സിൻ്റെ ഇൻഷുറൻസ് ഒരു 4,240 വന്നു. പിന്നെ ഈ ഗുഡ്സ് അയച്ചു കൊടുത്തതിൽ 2% ഗുഡ്സ് എന്തായി? ഡാമേജ്ഡ് ആയി. എപ്പോൾ? ഇൻ വിജയ്സ് ഗോ ഡൗൺ ഡ്യൂ ടു നോർമൽ സർക്കംസ്റ്റാൻസസ്. വിജയുടെ കയ്യിൽ കിട്ടി, വിജയ് എടുത്തു വെച്ചതിന് ശേഷം 2% ഗുഡ്സ് എന്തായി? നഷ്ടം വന്നു. പിന്നെ വിജയ് കൺസൈനിക്ക് വന്ന എക്സ്പെൻസ് പറയുകയാണ്. കാർട്ടേജ് 5,140, സെല്ലിംഗ് എക്സ്പെൻസ് 14,700. ഇവിടെ വാല്യൂ ഓഫ് സ്റ്റോക്ക് അൺസോൾഡ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഉണ്ടിടാ? 2,50,000 ഗുഡ്സാണ് അവരെന്ത് ചെയ്തത്? അയച്ചു കൊടുത്തത് അല്ലേ? അപ്പോൾ ആ കൺസൈനറിന് വന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ്? റെയിൽവേ ഫ്രൈറ്റ് വന്നു, ഇൻഷുറൻസ് വന്നു. അയച്ച ഗുഡ്സിൻ്റെ 2% എന്തായി? ഡാമേജ്ഡ് ആയി. വിജയ്, അതായത് കൺസൈനിക്ക് വന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ്? കാർട്ടേജും സെല്ലിംഗ് എക്സ്പെൻസും. ഇവിടെ അൺസോൾഡ് സ്റ്റോക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് സ്റ്റോക്ക് അൺസോൾഡ് 15% ഗുഡ്സ് സെൻഡ് ടു വിജയ്. ഓക്കെ, അവർ പറയാണ് മുഴുവൻ അയച്ച ഗുഡ്സിൻ്റെ 15% അൺസോൾഡ്. ആ 15%ൻ്റെ വാല്യൂ റുപ്പീസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2,50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, 100 അതായത് നമ്മൾ ഇപ്പോൾ നോക്കട്ടെ, ഓക്കെ, ഇപ്പോൾ ഞാൻ അവർക്ക് ഗുഡ്സ് 100 ഗുഡ്സാണ് അയക്കുന്നതെങ്കിൽ അതിൻ്റെ 2% ഡാമേജ്ഡായി. അപ്പോൾ അവർക്ക് എത്രയേ ഉള്ളൂ? ഇപ്പോൾ 98 ഉള്ളൂ, 98% ഉള്ളൂ. അപ്പോൾ ഈ 2,50,000 എന്ന് പറയുന്നത് 98% ആണ്, കാരണം 2% എന്തായി? നഷ്ടമായി. സോ 2,50,000 by 98.
നമുക്ക് വേണ്ടത് അൺസോൾഡ് പോർഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 15. സോ ഇത്രയും 2,50,000 എന്ന് പറയുന്നത് ഡാമേജ് കഴിഞ്ഞിട്ട് ബാക്കി 98% മാത്രമാണ്. അതിനകത്ത് 15% എന്താണ് അൺസോൾഡ് ആണ്. സോ 2,50,000/98 × 15. എങ്ങനെയാണ് 15 വന്നത്? 15% അൺസോൾഡ് ആണ്. അപ്പോൾ എത്ര വന്നു? 38,265 എന്നുള്ളത് വന്നു. ഓക്കെ, ഇനി എക്സ്പെൻസും അതേപോലെ അല്ലേ. അവർക്ക് എക്സ്പെൻസ് കൺസൈനറിൻ്റെ എന്തൊക്കെ എക്സ്പെൻസാണ് വന്നത്? 8,500 റെയിൽവേ ഫ്ലൈറ്റും ഇൻഷുറൻസ് 4,240 വന്നു. ഇത് 98%. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 98%. അതിൽ 15% ഒരു അൺസോൾഡ് ഉള്ളൂ. സോ ഇത് 98 ഡിവൈഡ് ബൈ 98 × 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൺസൈനറിൻ്റെ എക്സ്പെൻസ് കിട്ടും. അതുപോലെ കൺസൈനിയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസും ആഡ് ചെയ്യണം. എല്ലാ എക്സ്പെൻസും എടുക്കരുത്, കൺസൈനറിൻ്റെ എല്ലാ എക്സ്പെൻസും എടുത്തോളണം. കൺസൈനിയുടെ നോൺ റെക്കറിങ് മാത്രമേ എടുക്കാവൂ. അപ്പോൾ കൺസൈനിയുടെ നോൺ റെക്കറിങ് എന്ന് വെച്ചാൽ ആവർത്തിക്കാത്തത് എന്ന് പറഞ്ഞാൽ കാർട്ടേജ് ആവർത്തിക്കില്ല, ഒരു തവണ വരും. സെല്ലിംഗ് എക്സ്പെൻസ് ഓരോ തവണ സെയിൽ ചെയ്യുമ്പോഴും വരും. അപ്പോൾ ഇത് വരത്തില്ല, കാർട്ടേജ് മാത്രം എടുത്താൽ മതി. 5,140. അത് 98%. ഡാമേജ് ഒക്കെ കഴിഞ്ഞിട്ട് 98%. അതിൽ നിന്ന് 15% എടുക്കുക. അപ്പോൾ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 41,000 എന്ത് 41,002 ആണ് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 100% ഗുഡ്സ് അയച്ചതിൽ 2% ഡാമേജ്ഡ് ആയി. 98% അതാണ് ഈ 2,50,000. അതിൽ നിന്ന് 15% അൺസോൾഡ്. സോ ഇൻറ്റു 15 ചെയ്തപ്പോൾ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ പോർഷൻ കിട്ടി. ദെൻ അതിൻ്റെ കൂടെ എക്സ്പെൻസുകളും അങ്ങനെ ചെയ്യണം. കൺസൈനിൻ്റെ എല്ലാ എക്സ്പെൻസും എടുക്കണം. അത് ഡിവൈഡഡ് ബൈ 98 × 15 ചെയ്താൽ ആ അൺസോൾഡിൻ്റെ എക്സ്പെൻസ് കിട്ടും. ദെൻ കൺസൈനിയുടെ നോൺ റെക്കറിങ് എടുക്കണം, അതായത് കാർട്ടേജ്, അതും ഇൻറ്റു 15/98 ചെയ്യുമ്പോൾ അതും കിട്ടും. ടോട്ടൽ എടുക്കുമ്പോൾ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3,25,000 ഈസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് 6,500 യൂണിറ്റ്. 6,500 യൂണിറ്റാണ് ടോട്ടലായിട്ട് അവർ കൊടുക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,25,000 ആണ്. കൺസൈനറിൻ്റെ എക്സ്പെൻസ് തന്നിട്ടുണ്ട് 65,000. ഓക്കെ, അവർക്ക് ട്രാൻസിറ്റ്, ആ ഒരു യാത്രയിൽ നഷ്ടപ്പെട്ട ഗുഡ്സിൻ്റെ ഇത് തന്നിട്ടുണ്ട്, 700 യൂണിറ്റ് നഷ്ടമായി. കൺസൈനിയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 4,300. അങ്ങനെയാണെങ്കിൽ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ നോക്കണം, ടോട്ടൽ 6,500 യൂണിറ്റാണ് അയച്ചതെങ്കിലും 700 യൂണിറ്റ് എന്തായി? നഷ്ടം വന്നു. ബാക്കി 5,800 യൂണിറ്റ് മാത്രമേ അവിടെ ഉള്ളൂ, അല്ലേ? 5,800 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 3,25,000 എന്ന് പറയുന്നത് 6,500 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 5,800 കമ്പ്യൂട്ട് ചെയ്യണം. സോ 3,25/6,500 × 5,800. മനസ്സിലായോ? അതായത് 6,500 ഗുഡ്സ് അവർ യൂണിറ്റ് അയച്ചെങ്കിലും 700 നഷ്ടമായിട്ട് അവർക്ക് 5,800 അവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ 5,800 എന്ന് പറയുന്നതാണ് ശരിക്കും അവിടെയുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. 3,25,000 6,500 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. അതിൽ നിന്ന് 5,800 കണ്ടുപിടിക്കാൻ × 5,800 ചെയ്തു കിട്ടി. ദെൻ കൺസൈനറിൻ്റെ എക്സ്പെൻസ് ആഡ് ചെയ്യണം. കൺസൈനറിൻ്റെ 65,000 ആണ്. അതും 6,500 യൂണിറ്റിൻ്റെതാണ്. അതിൽ നിന്ന് 5,800 കണ്ടുപിടിക്കണം. സോ 65,000 ഡിവൈഡ് ബൈ 6,500 × 5,800. ദെൻ കൺസൈനിയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് 4,300 ഡിവൈഡഡ് ബൈ 6,500. അതെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൺസൈനിയുടെ ഗോഡൗണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ കൺസൈനി കൊടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുള്ളിനും വേണ്ടിയിട്ടാണ്. കൺസൈനിയുടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഡാമേജ് വന്നത്. സോ അയാൾ കൊടുത്ത എക്സ്പെൻസ് എല്ലാം ഫുൾ 100% വേണ്ടിയാണ് കൊടുത്തത്. അയാളുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വന്നത്? ഡാമേജ് വന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിവിടെ നമ്മൾ പാർട്ടീഷൻ ചെയ്തത് അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ കൺസൈനിയുടെ നോൺ റിക്കറിങ് എക്സ്പെൻസ് ഫുള്ളും ഈ പറഞ്ഞ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള ഗുഡ്സിന് മാത്രമാണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അതാണ് അത് പാർട്ടീഷൻ ചെയ്യാത്തതിൻ്റെ റീസൺ. അതായത് കൺസൈനിയുടെ കിട്ടുമ്പോഴേ 5,800 ഉള്ളൂ, ഡാമേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൺസൈനിയുടെ കിട്ടിയത് എന്നുള്ള അസംഷനാണ് നോർമലി എടുക്കുന്നത്. പക്ഷേ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഗോഡൗണിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഡാമേജ് വന്നതെന്ന്. സോ കൺസൈനി കൊടുത്ത എക്സ്പെൻസ് ഫുള്ളിന് വേണ്ടിയിട്ടാണ് ഡാമേജ് പിന്നെയാണ് വന്നത്, അതുകൊണ്ടാണ് അത് പാർട്ടീഷൻ ചെയ്തത്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ നോർമലി അസംഷൻ ഇങ്ങനെയാണ്, എന്താണ്, കൺസൈനിയുടെ കിട്ടിയപ്പോൾ ഡാമേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, അതായത് 5,800 കിട്ടിയിട്ടുള്ളൂ, അതിന് വന്ന എക്സ്പെൻസ് ആണിതെന്ന് അസ്യൂം ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് അത് ഡിവൈഡ് ചെയ്യാത്തത്. ഓക്കെ അല്ലേടാ? ഓക്കെ, വാല്യൂ സ്റ്റോക്ക് കിട്ടി. നെക്സ്റ്റ്
എക്സ് സെൻഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 80,000 ടു വൈ. അപ്പോൾ എക്സ് കൺസൈനർ, വൈ കൺസൈനി. ഇൻവോയ്സ് പ്രൈസിന് 20% പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ അയച്ചത്. ഇവിടെ കോസ്റ്റാണ് തന്നേക്കുന്നത് 80,000. അതിൽ അയച്ച ഗുഡ്സിൻ്റെ 40% ട്രാൻസിറ്റിൽ തന്നെ നഷ്ടമായി. 60% കൺസൈനിക്ക് കിട്ടിയ അതിനകത്ത് നിന്ന് 60% ഓഫ് ദ ഗുഡ്സ് റിസീവ്ഡ്. ഓക്കെ, 40% നഷ്ടമായി. ബാക്കി കിട്ടിയതിൻ്റെ 60% അയാൾ എന്ത് ചെയ്തു? വിറ്റു. എത്രയ്ക്ക്? ഇൻവോയ്സ് പ്രൈസിന് 25% കൂടി വീണ്ടും ആഡ് ചെയ്തിട്ട് വിറ്റു. കമ്മീഷൻ 10%, ഇൻവോയ്സ് പ്രൈസിന് വിറ്റതിന് 10%, ഇൻവോയ്സിനേക്കാൾ കൂട്ടി വിറ്റതിന് 50%മാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ കമ്മീഷനാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് വൈക്ക് 80,000 രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുത്തു. വൈ അതെന്ത് ചെയ്യുന്നത്? അയച്ചു കൊടുക്കുമ്പോൾ ഈ ഗുഡ്സിൻ്റെ കോസ്റ്റാണ് 80,000, അതിൻ്റെ കൂടെ 20% പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് അവർ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. ആര്? എക്സ് വൈക്ക് അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വൈ അതെന്ത് ചെയ്യുന്നുണ്ട്? ആ അയച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, കോസ്റ്റ് ആണ് 80,000. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ എന്താ സെല്ലിംഗ് പ്രൈസ്, കാരണം ഇൻവോയ്സ് പ്രൈസിൻ്റെ 20% എന്ന് പറയുകയാണ്. സോ ഇൻവോയ്സ് പ്രൈസ് തന്നെയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിനെ 100 എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എത്ര? അതിൻ്റെ 20%, അതായത് 20. സോ കോസ്റ്റ് എത്ര? 80. സോ ഇവിടെ നമുക്ക് 80,000 എന്ന് പറയുന്നത് കോസ്റ്റ് മാത്രമാണ്. അതിൻ്റെ എന്ത് ചെയ്യണം? ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സെൻഡ് 80,000 എന്ന് പറയുന്നത് 80% മാത്രമാണ്. നമുക്കതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വേണം. സോ എന്ത് ചെയ്യണം? ഇൻറ്റു 100. സോ 1,00,000 രൂപയുടെ ഗുഡ്സാണ് നമ്മൾ അവർക്ക് എന്ത് ചെയ്തത്? ഇൻവോയ്സ് പ്രൈസ് വരുന്ന ഗുഡ്സാണ് എക്സ് വൈക്ക് അയച്ചു കൊടുത്തത്. അതിനകത്ത് 40% ലോസ്റ്റായി. 40% പോയി, അതായത് 40,000 പോയി. ബാക്കി 60,000 അവർക്ക് കിട്ടിയത്. ആ കിട്ടിയ 60,000ൻ്റെ 60%, അവർ പറയുന്നത് 60% ഓഫ് ദ ഗുഡ്സ് റിസീവ്ഡ് ബൈ ദി കൺസൈനി. എടാ, 1,00,000 രൂപ ഇൻവോയ്സ് പ്രൈസ് വരുന്ന ഗുഡ്സാണ് അയച്ചു കൊടുത്തത്. അവർക്ക് അതിൽ നിന്ന് 40% നഷ്ടം വന്നിട്ട് ബാക്കി 60,000 ഗുഡ്സ് മാത്രമേ കിട്ടിയുള്ളൂ. 60,000 രൂപയുടെ ഗുഡ്സേ കിട്ടിയുള്ളൂ. കിട്ടിയ ഗുഡ്സിൻ്റെ 60% അവരെന്ത് ചെയ്തത്? വീണ്ടും വിൽക്കുന്നത്. എത്ര? ഇൻവോയ്സ് പ്രൈസിന് എഗെയിൻ 25% ആഡ് ചെയ്തിട്ട് അവർ വിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 1,00,000 രൂപയുടെ ഇൻവോയ്സ് പ്രൈസുള്ള ഗുഡ്സാണ് അയച്ചു കൊടുത്തത്. അതിൽ വിറ്റത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 1,00,000 അല്ല 10,000 ആണ്. 10,000 അല്ല 1,00,000 ഇവിടെ ഒരു 0 കൂടെ വരും, ആഡ് ചെയ്തോളണേ. അപ്പോൾ 1 lakh മൈനസ് 40%, അതായത് എത്ര? 60,000. ആ 60,000ൻ്റെ 60% മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. അതായത് 36,000 മാത്രമാണ് വിൽക്കുന്നത്. അതും എത്ര? 25% വീണ്ടും ആഡ് ചെയ്ത് ഇൻവോയ്സ് പ്രൈസിന് പുറത്ത് വീണ്ടും 25% പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. സോ 36,000 ഇൻറ്റു 25%, വീണ്ടും 9,000 രൂപ വീണ്ടും പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. കാരണം കൺസൈനിക്ക് കൊടുത്തപ്പോഴാണ് 80,000 കോസ്റ്റ് ഉള്ളതിനെ 1,00,000 രൂപ ആക്കി, അതായത് 20,000 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് കൺസൈനിക്ക് കൊടുത്തു. കൺസൈനിക്ക് ആ കിട്ടിയ ഗുഡ്സിന് 60,000 യൂണിറ്റ് മാത്രമേ 60,000 റുപ്പീസിൻ്റെ ഗുഡ്സ് മാത്രമേ കിട്ടിയുള്ളൂ. അതിനകത്ത് നിന്ന് 60%, അതായത് 36,000 ഗുഡ്സ് അയാൾ എന്ത് ചെയ്യാണ്? വിൽക്കാൻ പോകുമ്പോൾ അയാളുടേതായ ഒരു പ്രോഫിറ്റ് അയാൾ ആഡ് ചെയ്യണ്ടേ? അയാളുടെ പ്രോഫിറ്റ് അയാൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എത്ര? 25%, അതായത് 9,000 രൂപ ആഡ് ചെയ്തു. സോ കമ്മീഷൻ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. ആ സാധാ ഇൻവോയ്സ് പ്രൈസിൽ വിറ്റതിന് എന്ത് കിട്ടി? 10% കമ്മീഷൻ, അതായത് 36,000 രൂപയ്ക്കുള്ളതിന് 10% കമ്മീഷൻ. 9,000 രൂപ അഡീഷണൽ അവരെടുത്തില്ലേ, അതിനവർക്ക് എത്ര കമ്മീഷൻ കിട്ടി? 50%. സോ 3,600 പ്ലസ് 4,500 8,100 കമ്മീഷൻ. മനസ്സിലായോ? അവർ പറഞ്ഞിട്ടുണ്ട് 10% കമ്മീഷൻ നോർമൽ ഇൻവോയ്സ് പ്രൈസിനുള്ളത്. ഈ 36,000 ഇൻവോയ്സ് പ്രൈസ് അല്ലേ, കാരണം 60,000 1,00,000 ഇൻവോയ്സ് ആണ്. അതിൽ നിന്ന് 40,000 നഷ്ടം പോയി, ബാക്കി 60,000 ഇൻവോയ്സ് ആണ്. അതിൻ്റെ 60% എന്ന് പറയുമ്പോൾ 36,000 ഇൻവോയ്സ് പ്രൈസ് ആണ്. ആ ഇൻവോയ്സ് പ്രൈസ് ഉള്ളതിന് 9,000 പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് അവർ അടുത്ത വിൽക്കാൻ പോകുന്നത്. സോ 36,000-ന് 10% കമ്മീഷൻ കിട്ടും. എക്സ്ട്രാ വരുന്ന 9,000-ന് 50% കമ്മീഷൻ. സോ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ കമ്മീഷൻ കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് എക്സ്പെൻസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ്? നോർമൽ ലോസ് ഉണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സംഭവിക്കുന്ന, അതായത് ഒരു ഗുഡ്സിൻ്റെ നോർമൽ നേച്ചർ കാരണമോ അല്ലെങ്കിൽ നോർമലി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് സാധാരണ ഇങ്ങനെ റിപ്പീറ്റഡ്ലി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ലിക്വിഡ് ഫോമിലോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിന് ഇവാപ്രേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതവർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു നഷ്ടമാണ്, എല്ലാ തവണയും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ അബ്നോർമലായിട്ട് പെട്ടെന്നൊരു തീപിടുത്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലും കലാമിറ്റീസ് കാരണം പെട്ടെന്നൊരു നഷ്ടം ഉണ്ടായാൽ അതാണ്
അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. സോ അബ്നോർമൽ ലോസിൽ വരാത്തത് ഇതിലേത് എക്സ്പെൻസാണ്? ഗോ ഡൗൺ റെൻറ്റ്, ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ, ട്രാൻസിറ്റ് ഇൻഷുറൻസ് ഇൻകേർഡ് ബൈ കൺസൈനി, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ. ഇതിൽ അബ്നോർമൽ ലോസിൽ വരാത്തൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഗോ ഡൗൺ റെൻ്റാണ്. കൺസൈനറിന് വന്ന ഫ്രൈറ്റ് ഇൻഷുറൻസ് അതെന്തായാലും അതിനകത്ത് വരും. അതുപോലെ ട്രാൻസിറ്റ് ഇൻഷുറൻസ്, അതായത് ഇപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കും, കൺസൈനറോ കൺസൈനിയോ ഒക്കെ. ഇവിടെ കൺസൈനിയാണ് എടുത്തിരിക്കുന്നത്, ആഡ് ചെയ്യും. അതുപോലെ ലോഡിങ് അൺലോഡിങ് എക്സ്പെൻസ്, കൺസൈനർ കയറ്റുന്ന സമയത്ത് കൺസൈനറിനും വരും, തിരിച്ച് ഇറക്കുന്ന സമയത്ത് അൺലോഡിങ് എക്സ്പെൻസ് കൺസൈനിക്കും വരും. അതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അബ്നോർമൽ ലോസ് വരുമ്പോൾ ആ ഗുഡ്സിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ എന്ത് ആഡ് ചെയ്യില്ല? ഗോ ഡൗൺ റെൻറ്റ് ആഡ് ചെയ്യില്ല. സോ അത് വരില്ല. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നമ്മൾ ഒരുപാട് അക്കൗണ്ട്സിൻ്റെ നേച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രേഡിങ്ങും P&L പിന്നെ നമ്മൾ ഏതോ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതിൻ്റെയൊക്കെ നേച്ചർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ തന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓക്കെ, ഇത് തന്നെയാണ് അപ്പുറത്ത് കൊടുത്തേക്കുന്നത്. നോക്കാം. കെ ഓഫ് കാൺപൂർ സെൻഡ് ഔട്ട് സർട്ടൺ ഗുഡ്സ് ടു ഡി ഓഫ് ഡൽഹി അറ്റ് കോസ്റ്റ് പ്ലസ് 25%. കെ ഓഫ് കാൺപൂർ, കാൺപൂരിലുള്ള കെ എന്ന് പറയുന്ന ആൾ ഡൽഹിയിലുള്ള ഡി എന്ന് പറയുന്ന ആൾക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുകയാണ്. കോസ്റ്റിൻ്റെ കൂടെ 25% പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഡിക്ക് കിട്ടിയ ഗുഡ്സിൻ്റെ 3/4, റിസീവ് ചെയ്ത ഗുഡ്സിൻ്റെ 3/4 അയാൾ എന്ത് ചെയ്തു? ഈ പറയുന്ന പൈസയ്ക്ക് സോൾഡ് ചെയ്തു. അതും ഇൻവോയ്സ് പ്രൈസിന് 10% ആഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അയച്ച ഗുഡ്സിൻ്റെ വാല്യൂ വേണം കണ്ടുപിടിക്കാൻ. നമ്മൾ നോക്കുക, അവർ എന്ത് ചെയ്യാണ്? 3/4 ഓഫ് ദ ഗുഡ്സ് റിസീവ്ഡ് ബൈ ഡി ഈസ് സോൾഡ് അറ്റ്, അതായത് കിട്ടിയ ഗുഡ്സിൻ്റെ, റിസീവ് ചെയ്ത ഗുഡ്സിൻ്റെ 3/4 അവർ വിറ്റു. എത്ര രൂപയ്ക്ക്? ഈ പൈസയ്ക്ക്. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ 3/4 ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ് അറിയണമെങ്കിൽ ഇതാണ് അവരുടെ എന്ത്? അവർ സോൾഡ് ചെയ്ത വാല്യൂ. എന്നിട്ട് അവർ പറയുകയാണ് ഇൻവോയ്സ് പ്രൈസിന് മുകളിൽ 10%. ഇപ്പോൾ ഇൻവോയ്സ് പ്രൈസ് 100 എടുക്കുകയാണെങ്കിൽ, ഇൻവോയ്സ് പ്രൈസ് 100 എടുക്കുകയാണെങ്കിൽ അതിന് മുകളിൽ 10% കൂടി ആഡ് ചെയ്തിട്ട് 110 രൂപയ്ക്കാണ് അവർ എന്ത് ചെയ്തത്? വിറ്റിരിക്കുന്നത്. അപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുന്നത് 110% ആണ്. നമുക്കതിൽ നിന്ന് എന്ത് വേണം? 100%, അതായത് ആക്ച്വലുള്ള വാല്യൂ അറിയണം. സോ ഈ പറഞ്ഞ സെയിൽസ് നടത്തിയ 4,70,250 ഇൻറ്റു 100/110 ചെയ്യുമ്പോൾ 4,27,500 ആണ് ശരിക്കുമുള്ള ഇൻവോയ്സ് പ്രൈസ്. 3/4 ഗുഡ്സിൻ്റെ ഇൻവോയ്സ് പ്രൈസ്, ഇത് ഇൻവോയ്സിന് മുകളിൽ 10% ആഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് 10% ആഡ് ചെയ്യാത്ത ആക്ച്വൽ ഇൻവോയ്സ് പ്രൈസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഇതിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇത് 10% ആദ്യം 110 ആണ്, നമുക്കതിന് 100 വേണം. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് വേണ്ടത് ഗുഡ്സ് അയച്ചത് എത്ര എന്നുള്ളതാണ്, അതായത് നമുക്ക് ആ ഫുൾ പോർഷൻ വേണം. അപ്പോൾ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടി, അതായത് അയച്ച ഗുഡ്സിൻ്റെ അതായത് അവർ സോൾഡ് ചെയ്ത പോർഷൻ്റെ ഇൻവോയ്സ് പ്രൈസ് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 4/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അയച്ച ഗുഡ്സ് കിട്ടും, കംപ്ലീറ്റ് അയച്ചത് കിട്ടും. സോ 3/4 ഗുഡ്സാണ് അവരെന്ത് ചെയ്തത്? സോൾഡ് ചെയ്തത്. ആ സോൾഡ് ചെയ്തത് 110%. നമുക്ക് 100% അറിഞ്ഞാൽ മതി. സോ 100% കണ്ടുപിടിച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 3/4 ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? ഫുൾ എത്ര സെൻഡ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 4/3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സെൻഡ് ബൈ കെ ടു ഡി കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അപ്പോൾ നമുക്കത് അവിടെ 5,70,000 കിട്ടും. നെക്സ്റ്റ്, ഇത് നമ്മുടെ എക്സാമിന് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒരുമിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പി സെൻഡ് 1000 ബാഗ് ടു ക്യൂ. പി ആണ് കൺസൈനർ, ക്യൂ ആണ് കൺസൈനി. 1000 ബാഗ് അയച്ചു കൊടുത്തു. ഒരു ബാഗിന് 400 രൂപയാണ് കോസ്റ്റ് പറഞ്ഞിട്ട്. കോസ്റ്റ് 400 രൂപ. ഇൻവോയ്സ് പ്രൈസ് 500. ഓക്കെ, ഇനി പിക്ക് വന്ന കൺസൈനറിന് വന്ന എക്സ്പെൻസുകൾ പറഞ്ഞിട്ടുണ്ട് 4000. ക്യൂ കൺസൈനിക്ക് വന്ന എക്സ്പെൻസ് പറയുന്നുണ്ട്. നോൺ സെല്ലിംഗ് എക്സ്പെൻസ് 1000ഉം സെല്ലിംഗ് എക്സ്പെൻസ് 2000ഉം. മനസ്സിലാക്കുക, സെല്ലിംഗ് റെക്കറിംഗ് ആണ്, നോൺ സെല്ലിംഗ് നോൺ റെക്കറിംഗ് ആണ്. നോൺ റെക്കറിംഗ് മാത്രമേ ആഡ് ചെയ്യാവൂ. പിന്നെ ക്യൂ എന്ത് ചെയ്യാണ്? കിട്ടിയ 1000 ബാഗിൽ നിന്ന് 800 ബാഗ് സോൾഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. മനസ്സിലാക്കുക, 1000 യൂണിറ്റ് സെൻഡ് ചെയ്തുവെങ്കിലും 800 യൂണിറ്റ് വിറ്റോളൂ. ബാക്കി എത്ര ഉണ്ട്? 200 ബാഗുണ്ട്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിലായതുകൊണ്ട് 200 ബാഗ് ഇൻറ്റു ഇൻവോയ്സ് പ്രൈസ് എത്ര? 500. അപ്പോൾ ടോട്ടൽ 200 ബാഗിൻ്റെ വാല്യൂ കിട്ടി 1,00,000.
അതിന് കൂടെ കൺസൈനറിൻ്റെ എക്സ്പെൻസ് ആഡ് ചെയ്യണം, അതായത് 4000. അത് എത്രയ്ക്കാണ്? 1000 ബാഗിനാണ്, നമുക്ക് വേണ്ടത് 200-നാണ്. സോ 4000 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 200 ചെയ്യുമ്പോൾ 200 ബാഗിന് എത്രയാണ് കൺസൈനറിൻ്റെ എക്സ്പെൻസ് എന്ന് കിട്ടി. ദെൻ കൺസൈനിയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസ്, അതായത് 1000 ഇൻറ്റു 200 ബൈ 1000, അപ്പോൾ 200 കിട്ടും. അതായത് കൺസൈനിയുടെ നോൺ റെക്കറിങ്ങിൽ 200 ബാഗിന് എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചു, ടോട്ടൽ എടുത്തു, അപ്പോൾ 1,10,000 കിട്ടി. അതാണ് ആൻസർ. എക്സാമിന് വന്നതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ, കാര്യം അറിഞ്ഞ് കൺസെപ്റ്റ് അറിഞ്ഞാൽ പോരെ. സോ എല്ലാവരും ഇത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇത് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ പ്രീവിയസ് ഇയർ വന്നതാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ നേച്ചർ നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ കഴിയും. നോക്കാം, സിമ്പിളാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓൺ 1st ജൂലൈ, ശ്രദ്ധിച്ചിരിക്കാം. ഓൺ 1st ജൂലൈ, കാരണം ഇങ്ങനത്തെ, അതായത് ഇപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഒരു അറ്റംപ്റ്റിലേ വന്നോളൂ, 4 അറ്റംപ്റ്റിൽ ഒരു അറ്റംപ്റ്റിലേ വന്നോളൂ. സോ നമുക്ക് വരോ വരില്ലേ എന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്നുള്ളൊരു കേസ് വരരുത്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ MCQ മിക്ക അറ്റംപ്റ്റിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺ 1st ജൂലൈ 2013, B. Datta of Kolkata consigned 250 computers costing 28,000 to T. Ramaswamy, Chennai. അപ്പോൾ കൊൽക്കത്തയിലുള്ള ദത്ത എന്ത് ചെയ്യാണ്? ചെന്നൈയിലുള്ള രാമസ്വാമിക്ക് 250 കമ്പ്യൂട്ടേഴ്സ് അയച്ചു കൊടുക്കുകയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ കോസ്റ്റ് എത്രയാണ്? 28,000. കൺസൈനറിന് വന്ന എക്സ്പെൻസാണ് 17,000. അപ്പോൾ ഇവിടെ ആരാ കൺസൈനർ? ദത്ത. കൺസൈനി ആരാ? രാമസ്വാമി. അപ്പോൾ രാമസ്വാമിക്ക് വന്ന എക്സ്പെൻസ് പറയുന്നുണ്ട് 14,500 ക്ലിയറൻസിന് വേണ്ടി വന്നു. സെല്ലിംഗ് എക്സ്പെൻസ് ഒരു കമ്പ്യൂട്ടറിന് 1,500 രൂപ വെച്ച് വന്നു. രാമസ്വാമി എന്ത് ചെയ്തു? 150 കമ്പ്യൂട്ടേഴ്സ് സോൾഡ് ചെയ്തു. എത്രയ്ക്ക്? ഒരു കമ്പ്യൂട്ടറിന് 40,000 രൂപ വെച്ച് സോൾഡ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? വീണ്ടും അടുത്തൊരു ഡേറ്റിൽ 4-ാം തീയതിയാണ് എന്ത് ചെയ്തത്? 40,000 രൂപ വെച്ച് വിറ്റത്. ശേഷം 21 സെപ്റ്റംബറിൽ അയാൾ വീണ്ടും 75 കമ്പ്യൂട്ടർ 42,500 എഗെയിൻ സോൾഡ് ചെയ്തു. ടി രാമസ്വാമിക്ക് ഒരു കമ്പ്യൂട്ടറിന് പുറത്ത് 1,500 രൂപയാണ് കമ്മീഷൻ നോർമലി കിട്ടുന്നത്. പ്ലസ് എന്താണ്? പ്ലസ് അവർ അഡീഷണൽ പറയുന്നുണ്ട് 1/4 ഓഫ് ദി എമൗണ്ട് ബൈ വിച്ച് ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സ് ലെസ് ടോട്ടൽ കമ്മീഷൻ ദെയർ ഓൺ എക്സീഡഡ് സം കാൽക്കുലേറ്റഡ് അറ്റ് റേറ്റ് ഓഫ് 35,000 പെർ കമ്പ്യൂട്ടർ സോൾഡ്. അതായത് അയാൾക്ക് നോർമലി എന്താണ് കിട്ടുന്നത്? 1,500 രൂപയാണ് ഒരു കമ്പ്യൂട്ടറിന് കമ്മീഷൻ കിട്ടുന്നത്. പക്ഷേ 35,000 രൂപയ്ക്ക് മുകളിൽ അയാൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വന്നതിന് അയാൾക്ക് എക്സ്ട്രാ കമ്മീഷനും എന്ത് ചെയ്യും? കിട്ടും. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ടി രാമസ്വാമി സെൻഡ് ദി അക്കൗണ്ട് സെയിൽ ആൻഡ് എമൗണ്ട് ഡ്യൂ ടു ദത്ത. ഓക്കെ, അയാൾക്ക് എന്ത് ചെയ്തു? ബാക്കി കൊടുക്കാനുള്ള പൈസയൊക്കെ രാമസ്വാമി 30th സെപ്റ്റംബറിൽ തന്നെ ഡീൽ ചെയ്തു. അപ്പോൾ ഇവിടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരയ്ക്കണം. ടി രാമസ്വാമി, അതായത് കൺസൈനിയുടെ അക്കൗണ്ട് വരയ്ക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഹയർ പർച്ചേസ് പഠിക്കുമ്പോഴും ആവശ്യമുള്ളതാണ്. കൺസൈനറിൻ്റെ ബുക്കിലുള്ള എൻട്രി ആണല്ലോ നേരത്തെ പഠിച്ചത്. കൺസൈനറിൻ്റെ ബുക്കിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കാരണം എല്ലാം കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. എന്താണ്? കൺസൈനിയുടെ അക്കൗണ്ടുമാണ് വരുന്നത്. അപ്പോൾ കൺസൈനറിൻ്റെ ബുക്കിൽ ആരുടെയൊക്കെ അക്കൗണ്ട് വരും? കൺസൈൻമെൻറ്റ് അക്കൗണ്ടും കൺസൈനി അക്കൗണ്ടും. കൺസൈനിയുടെ ബുക്കിൽ ആരുടെ അക്കൗണ്ട് വരും? കൺസൈനറിൻ്റെ അക്കൗണ്ട് വരും. മാറിപ്പോകരുത്. കൺസൈനറിൻ്റെ ജേണൽ എൻട്രി പഠിച്ചപ്പോൾ അതിലെല്ലാം കൺസൈൻമെൻറ്റും കൺസൈനിയും ഒക്കെ ആയിരുന്നു. സോ കൺസൈനറിൻ്റെ ബുക്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ദത്തയുടെ ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു അക്കൗണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ടും മറ്റൊരു അക്കൗണ്ട് കൺസൈനി ആയിട്ടുള്ള ടി രാമസ്വാമിയുടെ അക്കൗണ്ടുമാണ്. ഇനി അതേപോലെ തന്നെ കൺസൈനി, അതായത് ടി രാമസ്വാമിയുടെ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള അക്കൗണ്ട് ആരുടെ ആയിരിക്കും? ദത്തയുടെ ആയിരിക്കും. സോ കൺസൈനറിൻ്റെ ബുക്കിൽ കൺസൈൻമെൻറ്റ് ആൻഡ് കൺസൈനി അക്കൗണ്ടും കൺസൈനിയുടെ ബുക്കിൽ കൺസൈനറിൻ്റെ അക്കൗണ്ടുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും ടി രാമസ്വാമി, അതായത് കൺസൈനിയുടേതുമാണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആര്? ദത്ത ഓഫ് കൽക്കത്ത. നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആദ്യം വരയ്ക്കുകയാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചെന്താണ്? കൺസൈൻമെൻറ്റിൽ ആദ്യം ഗുഡ്സ് അയക്കും അല്ലേ? അയക്കുമ്പോൾ എന്താ എൻട്രി? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. സോ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നാണ് അയച്ചത്? 1st ജൂലൈ 2013. എത്ര രൂപ? 250 കമ്പ്യൂട്ടേഴ്സ് 28,000 രൂപ, അതായത് 70 ലക്ഷം അതിവിടെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താണ് വന്നത്? കൺസൈനറിന് എക്സ്പെൻസ് വന്നു. എന്താ കൺസൈനറിൻ്റെ എക്സ്പെൻസിൻ്റെ എൻട്രി? എന്താ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് എത്ര? 17,000. സോ ടു ബാങ്ക് എക്സ്പെൻസ് എന്നാണ്? സെയിം ഡേറ്റ് തന്നെ.
നെക്സ്റ്റ് കൺസൈനിക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എൻട്രി എങ്ങനെയാണ് വരുന്നത്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനി. ഇവിടെ കൺസൈനി ആരാണ്? ടി രാമസ്വാമി. എന്താണ് എക്സ്പെൻസ്? ക്ലിയറിംഗ് എക്സ്പെൻസ് 14,500. എന്നാണ്? 31 ജൂലൈ 2030. ദെൻ അതിനുശേഷം അയാൾക്ക് എന്ത് വന്നിട്ടുണ്ട്? സെല്ലിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 1,500. സെയിം സെല്ലിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. വെൻ ദ സെയിൽസ് മെയ്ഡ് ബൈ കൺസൈനി. കൺസൈനി സെയിൽസ് നടത്തിയപ്പോൾ അയാൾക്ക് എന്ത് വന്നു? സെല്ലിംഗ് എക്സ്പെൻസ് വന്നു. സെയിൽസ് എന്നാണ് നടത്തിയത്? 4th സെപ്റ്റംബറിലും 21st സെപ്റ്റംബറിലും നടത്തി. സോ 4th സെപ്റ്റംബറിൽ അയാൾ എന്ത് ചെയ്തു? 150 കമ്പ്യൂട്ടേഴ്സ് നടത്തി. അതിന് 1,500 രൂപ വെച്ചിട്ട് 2,25,000 ആദ്യത്തെ സെയിൽസിന് സെല്ലിംഗ് എക്സ്പെൻസ് വന്നു. പിന്നെ 21st സെപ്റ്റംബറിൽ വീണ്ടും സെയിൽസ് നടത്തി 75 കമ്പ്യൂട്ടർ. അതിനും 1,500 രൂപ വെച്ചിട്ട് 1,12,500 എഗെയിൻ വന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഗുഡ്സ് അയച്ചത് എഴുതി, കൺസൈനറുടെ എക്സ്പെൻസ് എഴുതി, കൺസൈനിയുടെ എക്സ്പെൻസ് എഴുതി, കൺസൈനിയുടെ സെല്ലിംഗ് എക്സ്പെൻസ് 2 ടൈമിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ. ദെൻ അടുത്ത ഇപ്പുറത്തെ സെയിൽസ്, ഇപ്പുറത്തെ എന്താ വരുന്നത്? കൺസൈനി സെയിൽസ് നടത്തിയില്ലേ? സെയിൽസ് നടത്തുമ്പോൾ എൻട്രി നമ്മൾ എന്താ പറഞ്ഞത്? കൺസൈനി എന്നൊരു അസറ്റ് അവിടെ വരും. കൺസൈനി ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ ബൈ കൺസൈനി, ബൈ ടി രാമസ്വാമി. സെയിൽസ്, എത്ര സെയിൽസാണ് കൺസൈനി നടത്തിയത്? 150 കമ്പ്യൂട്ടേഴ്സ് 40,000 രൂപയ്ക്ക്, അതായത് 60 ലക്ഷവും 60 ലക്ഷത്തിൻ്റെ സെയിൽസ് ആദ്യം നടത്തി 4th സെപ്റ്റംബറിൽ. ദെൻ അടുത്ത 21st സെപ്റ്റംബറിൽ പിന്നെയും സെയിൽസ് നടത്തി 75 കമ്പ്യൂട്ടേഴ്സ് 42,500. അപ്പോൾ എത്ര? 31,87,000 നടത്തി. ഇനി കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ ഇനി ഒരു കാര്യം ഇവിടെ ഉള്ളത് കമ്മീഷൻ. അവിടെ കമ്മീഷൻ്റെ കാര്യം പറയുന്നുണ്ട് 1,500. അത് അപ്പോൾ കമ്മീഷൻ്റെതും അതുപോലെ അൺസോൾഡ് സ്റ്റോക്കിൻ്റെതും വർക്കിംഗ് നോട്ടുണ്ട്, അതിലേക്ക് വരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കമ്മീഷൻ്റെ കാര്യം നോക്കാം. നമുക്ക് ടോട്ടൽ കമ്മീഷൻ കൺസൈനിക്ക്, കാരണം അയാൾക്ക് ഓൾറെഡി ഇത് 1,500 ഉണ്ട്, അല്ലാതെ അയാൾക്ക് എക്സ്ട്രാ ഇത് നടത്തിയതിന് എക്സ്ട്രാ 35,000 മുകളിലുള്ളതിന് എത്ര? 1/4 കമ്മീഷനും ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ കമ്മീഷൻ അല്ലേ, ദ ടോട്ടൽ കമ്മീഷൻ ബി എക്സ്. അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ കമ്മീഷനെ എക്സ് എന്നെടുക്കുകയാണ്. അയാൾക്ക് സാധാരണ രീതിക്ക് നടത്തിയ ഇതിന് എന്ത് കിട്ടും? 1,500 വെച്ചിട്ട്. അതായത് നോർമലായിട്ട് അയാൾ 150 കമ്പ്യൂട്ടറും 75 കമ്പ്യൂട്ടറും നടത്തി. അതായത് എത്ര? ടോട്ടൽ എത്ര? 150 + 75 225. അപ്പോൾ ആ 225-ന് സാധാരണ അയാൾക്ക് നോർമൽ കമ്മീഷൻ 1,500 വെച്ചിട്ട് നോർമൽ കമ്മീഷൻ കിട്ടും. പ്ലസ് അയാൾക്ക് എന്ത് കിട്ടും? അഡീഷണൽ നടത്തിയതിന് അഡീഷണലും കിട്ടും. അതായത് അഡീഷണൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് അയാൾ 60 ലക്ഷത്തിനും പിന്നെ 31,87,500 നടത്തി. അത് രണ്ടും ആഡ് ചെയ്യുക. മൈനസ് എക്സ് ടോട്ടൽ കമ്മീഷൻ മൈനസ് 35,000 വെച്ചിട്ട് ഈ പറഞ്ഞ 25 കമ്പ്യൂട്ടേഴ്സിന്, അതായത് 8,70,75,000. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞിട്ടുണ്ട് 1/4 of amount by which gross sales less total commission thereon exceeded a sum of കാൽക്കുലേറ്റഡ് ആയിട്ട് 35,000 പെർ കമ്പ്യൂട്ടർ എടുത്ത് പറയുന്നുണ്ട്. ടോട്ടൽ കമ്മീഷൻ എക്സ് എന്നെടുക്കുകയാണെങ്കിൽ 225 കമ്പ്യൂട്ടറിന് 1,500 വെച്ച് നോർമൽ ഓർഡിനറി കമ്മീഷൻ അയാൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ അയാൾ പറയാണ് ഗ്രോസ് സെയിൽസിൽ നിന്ന് ടോട്ടൽ കമ്മീഷൻ കുറച്ചിട്ട് 35,000 എക്സീഡ് ചെയ്തതും കുറച്ചിട്ട് ബാക്കി വരുന്നതിൻ്റെ 1/4 അയാൾക്ക് പിന്നെയും കമ്മീഷൻ കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ ഗ്രോസ് സെയിൽ എത്രയാണ്? 61 ലക്ഷവും 60 ലക്ഷവും 31,87,500 ടോട്ടൽ സെയിൽസ്, ടോട്ടൽ ഗ്രോസ് സെയിൽസ്. അതിൽ നിന്ന് ടോട്ടൽ കമ്മീഷൻ ലെസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ലെസ് ടോട്ടൽ കമ്മീഷൻ എത്ര? മൈനസ് എക്സ്. പിന്നെന്താണ്? thereon a sum calculated at the rate of 35,000 per കമ്പ്യൂട്ടർ. ഒരു വിറ്റ് ഇതിനെല്ലാം 35,000 രൂപ വെച്ചിട്ടെടുത്ത് അതും കുറയ്ക്കണം. അതായത് 225 ആണ് വിറ്റത് ഇൻറ്റു 35,000 കുറച്ചു. അങ്ങനെ ഇത് ചെയ്തു. അതിൻ്റെ 1/4 പോർഷൻ, ഇത്രയത്തിൻ്റെ 1/4 പോർഷനും കൂടി അവർക്ക് കമ്മീഷനായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ നോർമൽ ഓർഡിനറി കമ്മീഷൻ പ്ലസ് എന്ത് ചെയ്യണം? ഗ്രോസ് സെയിൽസിൽ നിന്ന് ടോട്ടൽ കമ്മീഷൻ കുറച്ച് ഈ വിറ്റതിൻ്റെ 35,000 വെച്ചിട്ട് അതും കുറച്ചിട്ട് ബാക്കി വരുന്നതിൻ്റെ 1/4 പോർഷൻ അവർക്ക് വീണ്ടും കമ്മീഷനായിട്ട് കിട്ടും. സോ അതിൻ്റെ കാൽക്കുലേഷനാണ് ഈ ചെയ്തിരിക്കുന്നത്. ചെയ്ത് വന്നപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 5,32,500 കിട്ടി. അതാണ് കമ്മീഷൻ. ഇനി അൺസോൾഡ് സ്റ്റോക്ക് നോക്കാം. ഓക്കെ. അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 250 കമ്പ്യൂട്ടർ അയച്ചു. അതിനകത്ത് 150 ആദ്യം വിറ്റു, ദെൻ 75 പിന്നെ അവർ വിറ്റു. ബാക്കി ഇനി എത്ര? 25 കമ്പ്യൂട്ടർ. 25 കമ്പ്യൂട്ടറിന് കോസ്റ്റ് എത്ര? 28,000. സോ ഇൻറ്റു 28,000 ചെയ്യുമ്പോൾ 7 lakh വരും. കൺസൈനറിൻ്റെ എക്സ്പെൻസ് 17,000 അല്ലേ, അത് 250 കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ടല്ലേ. സോ ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 25. സോ അത് കിട്ടി. ദെൻ കൺസൈനിയുടെ എക്സ്പെൻസ്, കൺസൈനിയുടെ നോൺ റിക്കറിങ് മാത്രം എടുത്താൽ മതി. അതായത് ക്ലിയറിങ്സ് മാത്രമേ വരത്തുള്ളൂ.
കാരണം ബാക്കി പിന്നെ പറഞ്ഞേക്കുന്ന സെല്ലിംഗ് ആണ്, റെക്കറിംഗ് ആണ്. സോ നോൺ റെക്കറിംഗ് ക്ലിയറൻസ് മാത്രമാണ്. സോ എത്ര? 14,500. 14,500 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 25 എത്ര? 450. സോ ടോട്ടൽ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് കിട്ടിയില്ലേ? സോ അത് കൊടുത്തു. സിമ്പിളാണ്. ആദ്യം ഗുഡ്സ് അയച്ചത് എഴുതി, കൺസൈനറിൻ്റെ എക്സ്പെൻസ് എഴുതി, കൺസൈനിയുടെ എക്സ്പെൻസുകൾ 3 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, സെയിൽസ് എഴുതി, സെയിൽസ് 2 സ്പ്ലിറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അൺസോൾഡ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു, കമ്മീഷൻ എടുത്തു, ബാക്കി വന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കാൽക്കുലേഷനൊക്കെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് ടി രാമസ്വാമി അക്കൗണ്ട്, കൺസൈനിയുടെ അക്കൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ഇപ്പോൾ ഇവിടെ വന്ന കൺസൈൻമെൻറ്റെല്ലാം ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണം. ഇവിടെ കൺസൈൻമെൻറ്റ് ടി രാമസ്വാമി വന്ന ക്ലിയറൻസ് 14,500 ഇതാ കൊടുത്തു. ദെൻ ടി രാമസ്വാമി 2,25,000 കൊടുത്തു. അടുത്ത് ടി രാമസ്വാമി സെല്ലിംഗ് എക്സ്പെൻസ് 1,12,500 കൊടുത്തു. ദെൻ ഇവിടെ കമ്മീഷൻ ഇതവിടെ കൊടുത്തു. ദെൻ ഇവിടെ ടി രാമസ്വാമി ഇവിടെ ഒരു 60 ഉണ്ട്, ഇവിടെ ഒരു 31,500 അത് കൊടുത്തു. ബാലൻസിങ് ഫിയർ ആണ് ബൈ ബാങ്ക്. കാരണം ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ടി രാമസ്വാമി സെൻഡ് ദ അക്കൗണ്ട് സെയിൽസ് എമൗണ്ട് ഡ്യൂ ടു 30th സെപ്റ്റംബറിൽ കൊടുക്കാനുള്ള പൈസയെല്ലാം സെറ്റിൽ ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. സോ കൊടുക്കാനുള്ള പൈസയാണ് ബൈ ബാങ്ക് ആയിട്ട് ബാലൻസിങ് കിട്ടുന്നത്. അതെന്ത് കൊടുക്കുകയാണ്? 30th സെപ്റ്റംബർ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്? കാണുമ്പോൾ വലിയ കാര്യമാണെങ്കിലും ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ജേണൽ എൻട്രി അറിയാമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ ജേണൽ എൻട്രി എന്ന് വെച്ചിട്ടല്ല ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജേണൽ എൻട്രിയും കൂടെ ആഡ് ചെയ്തത്. ജേണൽ എൻട്രി പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല. നമ്മൾ ആദ്യം ഗുഡ്സ് സെൻഡ് ചെയ്തത് എഴുതി, കൺസൈനറിൻ്റെ എക്സ്പെൻസ് എഴുതി, കൺസൈനിയുടെ എക്സ്പെൻസ് എഴുതി, സെയിൽസ് നടത്തിയത് എഴുതി, കമ്മീഷൻ എഴുതി, അൺസോൾഡ് സ്റ്റോക്ക് എഴുതി, അക്കൗണ്ട് ടാലി ചെയ്തപ്പോൾ എന്ത് കിട്ടി? പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടി. ദെൻ കൺസൈനിയുടെ അക്കൗണ്ടിൽ വേറൊന്നുമില്ല, കൺസൈൻമെൻറ്റിൽ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ശേഷം ബാക്കി വന്നത് ബൈ ബാങ്ക്. അതാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ബാക്കി കൺസൈൻമെൻറ്റിന് കൊടുക്കുന്ന പൈസ, സെയിൽസ് നടത്തി കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നതാണ് ഈ ബൈ ബാങ്കിൽ കിട്ടിയത്. ഓക്കെ അല്ലേ? ഇതിൽ കമ്മീഷൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ് അവർ തന്നു. ഗ്രോസ് സെയിൽസിൽ നിന്ന് ടോട്ടൽ കമ്മീഷൻ കുറച്ച് 35,000 വെച്ച് വിറ്റ് കമ്പ്യൂട്ടേഴ്സിന് കുറയ്ക്കണം. 225 ആണ് വിറ്റത്. സോ അത് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കമ്മീഷൻ്റെ വാല്യൂ അതിന് കിട്ടി. പിന്നെ അൺസോൾഡ് സ്റ്റോക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വാല്യുവേഷൻ ടോട്ടൽ അതിൻ്റെ കോസ്റ്റ് എടുത്തു, കൺസൈനിൻ്റെ എക്സ്പെൻസ് ആഡ് ചെയ്തു, കൺസൈനിയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഇവിടെ നമ്മുടെ ക്ലിയറൻസ് ചാർജ് മാത്രം എടുത്തു. നമ്മൾ ആദ്യമൊക്കെ ചെയ്ത MCQ പോലെ. സിമ്പിളല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Irani and Company of Chennai had consigned 6,000 shirts to Vikram of Jaipur at a cost of 425 each. അപ്പോൾ ചെന്നൈയിലുള്ള ഇറാനി ആൻഡ് കമ്പനിയാണ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. ജയ്പൂരിലുള്ള വിക്രം അവർക്കാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ 6,000 ഷർട്ട്സ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൺസൈനർ ആരാണ്? ഇറാനി ആൻഡ് കമ്പനിയാണ് കൺസൈനർ. കൺസൈനി ആരാണ്? വിക്രം. ഇവർ 6,000 ഷർട്ട്സ് ആണ് കൊടുക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ കോസ്റ്റാണ് പറഞ്ഞേക്കുന്നത് 425. അപ്പോൾ കൺസൈനറിൻ്റെ എക്സ്പെൻസ് 50,000 ആദ്യം ഫ്രൈറ്റ് വന്നു, ഇൻഷുറൻസ് 7,500 വന്നു. ട്രാൻസിറ്റിൽ 550 ഷർട്ട് അവർക്ക് ടോട്ടലി ലോസ്റ്റായി, ഡാമേജ് ആയി പോയി. അപ്പോൾ ട്രാൻസിറ്റിലാണ്. പിന്നെ വിക്രം എന്ത് ചെയ്തു? ബാക്കിയുള്ള, അതായത് ഈ പറഞ്ഞ 550 പോയി ബാക്കി 5,450 മാത്രമേ വിക്രം എന്ത് ചെയ്തോളൂ? റിമൈനിങ് ഷർട്ട്സ് മാത്രമേ അയാൾ എടുത്തിട്ടുള്ളൂ. അതിനുവേണ്ടി അയാൾ കസ്റ്റം ഡ്യൂട്ടി 82,000 കൊടുത്തു. ശ്രദ്ധിക്കണം, ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഈ ഡാമേജ് വന്നതിന് ശേഷം ബാക്കി വന്നത് മാത്രമേ അയാൾ റിസീവ് ചെയ്തിട്ടുള്ളൂ. 5,450 മാത്രമേ റിസീവ് ചെയ്തുള്ളൂ. അപ്പോൾ അയാൾ കൊടുക്കുന്ന ചാർജെല്ലാം, കൺസൈനി കൊടുക്കുന്ന ചാർജെല്ലാം 5,450 പുറത്താണ്. അതാണ് ഇവിടുത്തെ മെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് കൺസൈനിക്ക് 6,000 ഷർട്ടാണ് അയച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാൻസിറ്റിൽ ഒരു 550 ഷർട്ട് നഷ്ടമായി. ബാക്കി 5,450 ആർക്ക് കിട്ടിയത്? കൺസൈനിക്ക് കിട്ടിയത്. കൺസൈനർ അത് അയക്കുന്ന സമയത്ത് മുഴുവനുണ്ട്. അപ്പോൾ കൊടുത്ത എക്സ്പെൻസ് എല്ലാം മുഴുവൻ 6,000 വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ കൺസൈനിക്ക് 5,450 കിട്ടുന്നുള്ളൂ. സോ കൺസൈനി കൊടുക്കുന്ന കസ്റ്റം ഡ്യൂട്ടി ആയിക്കോട്ടെ എല്ലാം എന്താണ്? ഈ പറഞ്ഞ 5,450 വേണ്ടി മാത്രമാണ്. ദെൻ ഇവിടെ പറയുന്നു വിക്രം ഹാഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ് ടു ഇറാനി ആൻഡ് കമ്പനി ആസ് അഡ്വാൻസ് പേയ്മെൻറ്റ്. ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് 3,50,000 കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്തു? 5,000 ഷർട്ട് അവർ വിറ്റു. 550 രൂപ വെച്ചിട്ടാണ് വിറ്റത്. പിന്നെ വിക്രമിന് വന്ന മറ്റ് എക്സ്പെൻസുകൾ പറയുന്നുണ്ട്. ഗോ ഡൗൺ റെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് പറയുന്നുണ്ട്. ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു കമ്മീഷൻ 5%. വൺ ഓഫ് ദ കസ്റ്റമർ ടു ഹൂം ദ ഗുഡ്സ്, ആ ഗുഡ്സ് വിറ്റതിൽ ഒരു കസ്റ്റമർ ക്രെഡിറ്റിനാണ് കൊടുത്തത്. അയാൾ എന്ത് ചെയ്തില്ല? പേ ചെയ്തില്ല. 40 ഷർട്ടിൻ്റെ വാല്യൂ പേ ചെയ്തില്ല. അതിന് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനും പറ്റത്തില്ല. സോ അതെന്താണ്? ബാഡ് ഡെപ്റ്റാണ്. പിന്നെ അതിന് ശേഷം വിക്രം എന്ത് ചെയ്തു? കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് അക്കൗണ്ട് സെറ്റിൽ ചെയ്തു. നമുക്ക് ഡാമേജ് വന്നതിനൊന്നും ഇൻഷുറൻസ് ഒന്നും കിട്ടിയിട്ടില്ല. സോ ഇവിടെ നിന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, കൺസൈനിയായ വിക്രമിൻ്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ആരുടെ ബുക്സിൽ? ഇറാനിയൻ കമ്പനി കൺസൈനറിൻ്റെ ബുക്കിൽ. ഞാൻ പറഞ്ഞു കൺസൈനറിൻ്റെ ബുക്കിലാണ് കൺസൈൻമെൻറ്റ് ആൻഡ് കൺസൈനി അക്കൗണ്ട് വരുന്നത്.
സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇറാനിയൻ കമ്പനിയുടെ കൺസൈനറിൻ്റെ ബുക്കിൽ ആദ്യം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരയ്ക്കാം. ആദ്യം ഗുഡ്സ് അയച്ചില്ലേടാ, ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇവിടെ ഡേറ്റ് ഒന്നും സ്പെസിഫിക്കലി പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ക്വസ്റ്റിൻ്റെ ഡേറ്റ് എല്ലാം ഗിവൺ ആണ്, എല്ലാ ഡേറ്റും തന്നിട്ടുണ്ട്. സോ ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡേറ്റ് അങ്ങനെ പറയുന്നില്ല, സോ ഡേറ്റിൻ്റെ റെലവൻസ് ഇല്ല. അപ്പോൾ ആദ്യം ഗുഡ്സ് അയച്ചു, ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര ഗുഡ്സ് അയച്ചത്? 6000, ഇത് 4425 രൂപ വെച്ചിട്ട് 25,50,000 ഗുഡ്സാണ് ആദ്യം അയച്ചത്. ദെൻ കൺസൈനറിന് വന്ന എക്സ്പെൻസ് എത്ര? 50,000ഉം 7,500 ടോട്ടൽ ചെയ്തിട്ട് 57,500. ദെൻ കൺസൈനിക്ക് വന്ന എക്സ്പെൻസ് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് ആദ്യം ഒരു 82,000 വന്നു, പിന്നെ ഒരു 12,000 ഗോ ഡൗൺ അഡ്വർടൈസിംഗ് റെൻറ്റ്. അപ്പോൾ കൺസൈനിയുടെ ടോട്ടൽ എക്സ്പെൻസ് എത്ര? 82,000 പ്ലസ് 12,000, ടോട്ടൽ എത്ര? 94,000 അത് കൊടുത്തു. ദെൻ സെയിൽസ് നടത്തി. സെയിൽസ് എത്രയാണ് നടത്തിയത്? 5,000 ഷർട്ട്. 5,000 ഷർട്ട് 550 അവർ വിൽക്കുന്നത്. സോ 27,50,000. അതിന് പുറത്ത് എത്ര ശതമാനം കമ്മീഷൻ? 5%. അപ്പോൾ എത്ര? 1,37,500. ദെൻ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ് എത്രയാണെന്നാണ് പറയുന്നത്? 40 ഷർട്ടിൻ്റെ ഇത് ബാഡ് ഡെപ്റ്റാണ്. അപ്പോൾ അവർ സെയിൽ ചെയ്തത് 550 രൂപയ്ക്കാണ്. അപ്പോൾ 40 ഷർട്ടിന് 550 രൂപ വെച്ചിട്ട് 22,000 രൂപ ബാഡ് ഡെപ്റ്റായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്തൊരു കാര്യം അബ്നോർമൽ ലോസ് ആണ്. ഇവിടെ ഒരു അബ്നോർമൽ ലോസ് സംഭവിച്ചു. എന്നാണ്? ഇടയ്ക്ക് ട്രാൻസിറ്റിൽ വെച്ചിട്ട് അല്ലേ, 550 ഷർട്ട് അവിടെ എന്തായി? ലോസ്റ്റായി. അത് വർക്കിംഗ് നോട്ടാണ്. ഇത് വർക്കിംഗ് നോട്ടാണ്, ഇതും വർക്കിംഗ് നോട്ടാണ്. കണ്ടുപിടിക്കണം. സോ ഇത്രയും മനസ്സിലായല്ലോ. ഗുഡ്സ് അയച്ചത്, കൺസൈനഡ് എക്സ്പെൻസ്, കൺസൈനിയുടെ എക്സ്പെൻസ്, കമ്മീഷൻ, സെയിൽസ്, ബാഡ് ഡെപ്റ്റ്, ഇത്രയൊക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് അബ്നോർമൽ ലോസിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോവാം. നോക്കാം. 6,000 ഷർട്ടിന് 425 അബ്നോർമൽ ലോസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കാം. ഇവിടെ നമുക്ക് 2 രീതിക്ക് ചെയ്യാം. ഇതിങ്ങനെ ചെയ്താലും മതി. അതായത് ഇപ്പോൾ 6,000 ഷർട്ട് ഉണ്ട്, 425 രൂപയ്ക്കാണ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ കൺസൈനറിൻ്റെ എക്സ്പെൻസ്. അബ്നോർമൽ ലോസ് എന്ന് വെച്ചാൽ കൺസൈനിയുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പല്ലേ നഷ്ടം വന്നത്. സോ കൺസൈനിയുടെ എക്സ്പെൻസ് ഇവിടെ എടുക്കണ്ട. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിലാണെങ്കിൽ കൺസൈനിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം സെയിൽസ് ഒക്കെ നടത്തി ബാക്കി വന്നത് കൺസൈനിയുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. സോ കൺസൈനിൻ്റെ എക്സ്പെൻസും കൺസൈനിയുടേതും എടുക്കണം. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ കൺസൈനിയുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പായതുകൊണ്ട് ചിലപ്പോൾ കൺസൈനിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷവും ലോസ് വരും. അങ്ങനെയാണെങ്കിൽ കൺസൈനിയുടെ ആഡ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല, ട്രാൻസിറ്റിലാണ് നഷ്ടപ്പെട്ടത്, കൺസൈനിയുടെ എക്സ്പെൻസ് എടുക്കണ്ട. സോ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ആ ടോട്ടൽ കോസ്റ്റ് എടുക്കണം. 6,000 ഇൻറ്റു 425. അപ്പോൾ ടോട്ടൽ സെൻഡ് ചെയ്ത ഗുഡ്സിൻ്റെത് കിട്ടും. ടോട്ടൽ കൺസൈനറിൻ്റെ എക്സ്പെൻസ് കിട്ടും 57,500. അപ്പോൾ ടോട്ടൽ കിട്ടി. അത് ശരിക്കും എത്രയ്ക്കാണ്? 6,000 യൂണിറ്റ്സിനാണ്. നമുക്ക് 550 നഷ്ടമല്ലേ, അബ്നോർമൽ ലോസ് അല്ലേ. സോ ഇത്രയും എന്ന് പറയുന്നത് 6,000 യൂണിറ്റ്സിനാണ്. സോ ഡിവൈഡ് ബൈ 6,000 ഇൻറ്റു 550 ചെയ്താൽ ആ നഷ്ടം വന്ന 550ൻ്റെ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൺസൈനറിൻ്റെ എക്സ്പെൻസ് എന്തായാലും എടുക്കണം. ട്രാൻസിറ്റിൽ നഷ്ടപ്പെട്ടത് കൊണ്ട് കൺസൈനിയുടെ എക്സ്പെൻസ് അതിനകത്ത് വന്നിട്ടില്ല. കൺസൈനി ബാക്കി 5,450 കൊടുത്തിട്ടുള്ളൂ. സോ ഈ 550 കൺസൈനിയുടെ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില കേസസിൽ കൺസൈനിയുടെ കയ്യിൽ കിട്ടി ഗോഡൗണിൽ വയ്ക്കുമ്പോഴായിരിക്കും നഷ്ടം വരിക. അങ്ങനെയാണെങ്കിൽ കൺസൈനിയുടേത് എടുക്കണം. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ആ നഷ്ടം വന്നിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് കൺസൈനി അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. സോ അതിനകത്ത് പിന്നെ കൺസൈനിയുടേത് എടുക്കരുത്. എവിടെ? അബ്നോർമൽ ലോസിൽ. സോ ആദ്യം ടോട്ടൽ അയച്ചതിൻ്റെ കോസ്റ്റ് എടുത്തു, ടോട്ടൽ കൺസൈനറിൻ്റെ എക്സ്പെൻസ് എടുത്തു. അതെന്ന് പറഞ്ഞാൽ 6,000 യൂണിറ്റിനാണ്. അതിൽ നിന്ന് 550 എടുത്തപ്പോൾ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കിട്ടി. അതാണ് നമ്മളിവിടെ കൊടുത്തത്. ഇതവിടെ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അത് കമ്പ്യൂട്ട് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല. നമുക്ക് ടോട്ടൽ എത്രയാണ് ഉണ്ടായിരുന്നത്? 5,450 അല്ലേ. അതിൽ നിന്ന് അവർ 5,000 വിറ്റില്ലിടാം, ബാക്കി 450 ഗുഡ്സ്. അതിൻ്റെ കോസ്റ്റ് എത്ര? 425 വെച്ച് ചെയ്യുമ്പോൾ ഇത്രയും. കൺസൈനറിൻ്റെ എക്സ്പെൻസ് എത്ര? 57,500. അത് ശരിക്കും 6,000 യൂണിറ്റിനല്ലേ. ഇൻറ്റു എത്ര ചെയ്യണം? 450. അപ്പോൾ എത്ര കിട്ടും? അതാണ് കൺസൈനർ. ഈ കൺസൈനിയുടെ എക്സ്പെൻസ് നോൺ റെക്കറിങ് മാത്രം എടുത്താൽ മതി. 82,000. അത് 5,450 ഗുഡ്സിനല്ലേ കൊടുത്തോളൂ. ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു 450. അപ്പോൾ എത്ര കിട്ടും? 6,721. സോ ടോട്ടൽ ചെയ്യുമ്പോൾ കൺസൈനറിൻ്റെ കിട്ടും. ഓക്കെ അല്ലേ. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, 82,000 എന്ന് പറഞ്ഞാൽ അയാൾ ഡാമേജൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ളതിന് മാത്രമാണ് ആ പറഞ്ഞിരിക്കുന്ന പൈസ കൊടുത്തത്. സോ അതുകൊണ്ട് ആ 5,450ൻ്റെ വാല്യൂ ആണത്. സോ ഇൻറ്റു എന്ത് ചെയ്യുക? 450 ചെയ്യാം, കിട്ടും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. നമുക്ക് ജനറൽ പി ആൻഡ് എൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടി. ദെൻ അവർ അടുത്തെന്താണ്? വിക്രം കൺസൈനിയുടെ അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാം നമുക്ക് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം.
ഇവിടെ ആദ്യം 94,000 അത് അവിടെ കൊടുത്തു. ദെൻ ഇവിടെ കമ്മീഷൻ 137 അത് കൊടുത്തു. ബാഡ് ഡെപ്റ്റ് അത് കൊടുത്തു. ബാഡ് ഡെപ്റ്റിൻ്റെ എൻട്രി ഓർത്തോളണേ. എൻട്രി ഞാൻ ജേർണൽ എൻട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ ഓർത്തോളണം. കൺസൈൻമെൻറ്റ് ടു കൺസൈനിയാണ് ബാഡ് ഡെപ്റ്റിൻ്റെ എൻട്രി, കൺസൈൻമെൻറ്റ് ടു കൺസൈനിയാണ്. സോ അത് കൊടുത്തു. ദെൻ ബാങ്ക് ഡ്രാഫ്റ്റ് അയാൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? കൺസൈനറിന്. സോ കൺസൈനറിന് ക്യാഷ് കിട്ടും കൺസൈനിയുടെ കയ്യിൽ നിന്ന്. കൺസൈനിക്ക് അത് എക്സ്പെൻസ് ആണ്, എന്താണ്, ലയബിലിറ്റി ആണ്. സോ ക്രെഡിറ്റ് ചെയ്തു ബൈ ബാങ്ക് ഡ്രാഫ്റ്റ് 3,50,000. ദെൻ 270 ഡബിൾ. ബാക്കി വന്നത് ബൈ ബാങ്ക്. ഇനി ബാക്കി കൊടുക്കാനുള്ളത് ഇത്രയും എമൗണ്ടാണ്. ആദ്യം നമ്മൾ ഇത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ഇത്ര കൊടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലർ അസർട്ടൈൻ ദ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. 1000 ഗുഡ്സ് അയച്ചു, 20,000 രൂപയാണ് വാല്യൂ. കൺസൈനർ എക്സ്പെൻസ് ഉണ്ട്, കൺസൈനിയുടെ നോൺ റിക്കറിംഗ് ഉണ്ട്. 800 ഗുഡ്സ് സോൾഡായി, നോർമൽ വേസ്റ്റേജ് 100. അപ്പം നോക്കി നോക്കണം, എന്താണ് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. 1000 ഗുഡ്സ് അയച്ചതിൽ 800 അവർ വിറ്റു, 100 അവർക്ക് വേസ്റ്റേജ് വന്നു. ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 100 ഉള്ളൂ. അപ്പോൾ 20,000 ഗുഡ്സിനാണ് 1000. അപ്പോൾ ഒരു ഗുഡ്സിൻ്റെ വാല്യൂ 20 വരുന്നത്. സോ ഇൻറ്റു 100 പ്ലസ് 4000 ഇൻറ്റു 100 ബൈ 1000 പ്ലസ് 3000 ഇൻറ്റു 100 ബൈ 1000. ഓക്കെ, അപ്പോൾ ടോട്ടൽ അവർ എത്ര ഗുഡ്സാണ് അയച്ചത്? 20,000. കൺസൈനിൻ്റെ എക്സ്പെൻസ് ആഡ് ചെയ്തു, കൺസൈനിയുടെ എക്സ്പെൻസ് ആഡ് ചെയ്തു. സോ ടോട്ടൽ എക്സ്പെൻസ് കിട്ടി. ഈ ടോട്ടൽ എക്സ്പെൻസ് ശരിക്കും പറഞ്ഞാൽ 1000 ഗുഡ്സിന് വേണ്ടിയുള്ളതാണോ? അല്ല, 900 ഗുഡ്സിനാണ്. കാരണം നോർമലി അവിടെ 100 വേസ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പെൻസ് നോർമൽ വേസ്റ്റേജിന് വരില്ല. നോർമലി എല്ലാ തവണയും ഈ ഗുഡ്സ് അയക്കുമ്പോൾ അവർക്ക് കിട്ടുമ്പോൾ 100 കിലോ എപ്പോഴും നഷ്ടം വരാറുണ്ട്, എപ്പോഴും അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. സോ അവരുടെ എക്സ്പെൻസൊക്കെ ഈ പറഞ്ഞ ഡാമേജ് കുറച്ചിട്ട് ബാക്കിയുള്ളതിന് വേണ്ടി മാത്രമാണ്. നോർമൽ ലോസ് ആണെങ്കിൽ എക്സ്പെൻസ് ഒന്നും അവർ നോർമൽ ലോസിലേക്കും കൂടി അപ്പോഷ്മെൻറ്റ് ചെയ്യില്ല. നോർമൽ ലോസ് എല്ലാ തവണ ഉണ്ടാവുന്നതാണ്. സോ എക്സ്പെൻസൊക്കെ ബാക്കിയുള്ള പോർഷനാണ്. അപ്പോൾ 1000-ൽ 100 എപ്പോഴും നോർമൽ ലോസ് ആകും. അപ്പോൾ ബാക്കി വന്ന് ഈ എക്സ്പെൻസൊക്കെ 900 കിലോയ്ക്ക് മാത്രമാണ്. സോ 900 കിലോയ്ക്ക് 2,700 രൂപയാണ് ആയത്. 2,200 അല്ല, 27,000 ആണ് ആയത്. അപ്പോൾ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ നോക്കണം. 1000 kg ഉണ്ടായിരുന്നു, 800 വിറ്റു, 100 നഷ്ടം വന്നു, ബാക്കി 100 kg. അപ്പോൾ 27,000 എന്ന് പറയുന്നത് 900 kgക്കാണ്. അപ്പോൾ അതിൽ 100 കണ്ടുപിടിക്കാൻ 27,000/900 × 100 ചെയ്താൽ മതി. അപ്പോൾ 3,000 ആണ് എന്ത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. അപ്പോൾ ആദ്യം ടോട്ടൽ സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. 1000 ഗുഡ്സിനാണെന്ന് വിചാരിക്കും, അല്ല 900-നാണ്. കാരണം നോർമലിൻ്റെത് ഒരിക്കലും, നോർമൽ ലോസ് ആണെങ്കിൽ ഒരിക്കലും ഇതിന് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഇത് ശരിക്കും 900 ഗുഡ്സിനാണ്. അപ്പോൾ നമുക്ക് 100 ഗുഡ്സാണ് ഇനി അൺസോൾഡ് ഉള്ളത്. അതിൻ്റെ അറിയാൻ വേണ്ടി 27,000/900 × 100. ഓക്കെ, അപ്പോൾ 3000 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. കമ്മീഷൻ്റെ കേസാണ്. ഇത് നമ്മുടെ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണ്. സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ എക്സാമിന് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്, 7 മാർക്കിന്. സോ ഇത് പറയാം. Khush of Kanpur sent to Jatin of Jaipur a consignment of 400 electric sewing machine costing 24,000, invoice price 30,000. അപ്പോൾ ഖുഷ് ഓഫ് കാൺപൂർ ആണ് കൺസൈനർ, ജതിൻ ഓഫ് ജയ്പൂർ ആണ് കൺസൈനി. എത്ര ഗുഡ്സ് അയച്ചു? 400 സ്വിങ് മെഷീനാണ് അയച്ചത്. കോസ്റ്റ് എത്ര? 24,000. ഇൻവോയ്സ് പ്രൈസ് എത്ര? 30,000. അപ്പോൾ കൺസൈനറിൻ്റെ എക്സ്പെൻസ് പറയുന്നു, ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ട്. കൺസൈനിയുടെ എക്സ്പെൻസ് ക്ലിയറൻസിന് 31,200 ഉണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് 1,500 പെർ സ്വിങ് മെഷീൻ ഉണ്ട്. ഇൻ ട്രാൻസിറ്റിൽ 10 സ്വിങ് മെഷീൻസ് സ്റ്റോളൻ, ഓക്കെ, മോഷണം വന്നു പോയി. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അതിനു വേണ്ടി നമുക്കൊരു 1,80,000 ഒരു ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കിട്ടുന്നുണ്ട്. ആർക്ക്? ഈ പറഞ്ഞ കൺസൈനറിന്. ദെൻ ജതിൻ എന്ത് ചെയ്തു? കിട്ടിയതിൽ നിന്ന് 210 സ്വിങ് മെഷീൻസ് 32,000 രൂപയ്ക്ക് വിറ്റു ആദ്യം. പിന്നെ 130 സ്വിങ് മെഷീൻ 35,000 രൂപയ്ക്കും വിറ്റു. അയാൾക്ക് കമ്മീഷനുണ്ട് 5% ടോട്ടൽ സെയിൽസിന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, 1/4 ഓഫ് ദി എമൗണ്ട് ബൈ വിച്ച് ഗ്രോസ് സെയിൽസിൽ നിന്ന് കമ്മീഷൻ കുറച്ചിട്ട് ഇൻവോയ്സ് പ്രൈസിനേക്കാൾ എക്സീഡ് ചെയ്ത് ഇതും കുറച്ചിട്ട് ബാക്കി വരുന്നതിന് എഗെയിൻ 1/4 വാല്യൂ കമ്മീഷനും ഉണ്ട്. ഫൈനൽ എമൗണ്ട് സെറ്റിൽ ചെയ്തു. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും ജതിൻ അക്കൗണ്ടുമാണ് ഇവിടെ വരയ്ക്കേണ്ടത്. സോ ആദ്യം നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോക്കാം.
ആദ്യം ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എത്ര ഗുഡ്സ് അയച്ചത്? 400 ഗുഡ്സ്. കോസ്റ്റ് എത്ര? 24,000. അപ്പോൾ എത്ര? 96. കൺസൈൻമെൻറ്റ് ഇവിടെ ഇൻവോയ്സ് പ്രൈസിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് പ്രൈസിലെടുത്താൽ മതി 30,000. അപ്പോൾ 400 ഇൻറ്റു 30, അപ്പോൾ 12 lakh വരും. ഓക്കെ, ഈ ക്വസ്റ്റിനകത്തൊക്കെ നമുക്ക് കോസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് കോസ്റ്റ് നമ്മൾ എടുത്തത്. കോസ്റ്റും ഇൻവോയ്സ് പ്രൈസും കൂടി നമുക്ക് തരികയാണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻവോയ്സ് പ്രൈസ് കൂടി തന്നിട്ടുള്ളതുകൊണ്ട് ഇൻവോയ്സ് പ്രൈസ് എടുത്തു. ദെൻ അടുത്തത് കൺസൈനൻ്റ് എക്സ്പെൻസ് എത്രയാണ്? 96,000. സോ അത് കൊടുത്തു. ദെൻ കൺസൈനീഡ് എക്സ്പെൻസ് ആദ്യം ക്ലിയറൻസിന് വേണ്ടി 31,200. സെല്ലിംഗ് എക്സ്പെൻസ് എത്ര? 1,500 പെർ സ്വിങ് മെഷീൻ. എത്രയാണ്? ആദ്യം 210 വിറ്റു, പിന്നെ ഒരു 130 വിറ്റു. സോ ടോട്ടൽ 340 സ്വിങ് മെഷീൻ വിറ്റു. അതിന് 1,500 രൂപ വെച്ച് സെല്ലിംഗ് എക്സ്പെൻസ്. ദെൻ കമ്മീഷൻ എക്സ്പെൻസ് ആണ് നോക്കാം. ദെൻ ഇപ്പോഴത്തെ സെയിൽസ് അവർ നടത്തിയത് ടോട്ടൽ ചെയ്യുക. ദെൻ ഈ അയച്ചത് നമ്മൾ സാധാരണ ഇപ്പോൾ നമുക്ക് നേരത്തെ വന്നതിലൊക്കെ കോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. കോസ്റ്റാണ് എടുത്തത്. ഇവിടെ ഇൻവോയ്സ് പ്രൈസാണ് എടുത്തത്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രോഫിറ്റ് കുറയ്ക്കാം. എത്ര? 24,000 കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് 30,000, 24,000 കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് 6,000. അങ്ങനെ എത്ര? 400 കമ്പ്യൂട്ടേഴ്സിന് സ്വിമ്മിങ് മെഷീന് 6,000 രൂപ വെച്ചിട്ട് ഇത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ്. സോ ഇത് ഇൻവോയ്സ് പ്രൈസ് ആയതുകൊണ്ട് അതിൻ്റെ ലോഡിങ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഇവിടെ സെയിൽസ് എഴുതി. ദെൻ അബ്നോർമൽ ലോസ്, ഇതൊക്കെ വർക്കിംഗ് ആണ്. അത് നോക്കാം. ഇനി ഇതിലെല്ലാത്തിലും ഇതുപോലെ ലോഡിങ് വരും. കാരണം ഇതിലെല്ലാം ഇൻവോയ്സ് പ്രൈസിലാണ്. ഇതിൻ്റെ ലോഡിങ് വരും, ഇതിൻ്റെ ലോഡിങ് വരും. അതൊക്കെ ഇപ്പുറത്തുണ്ട്. ദെൻ കമ്മീഷനും അതും വർക്കിംഗ് നോട്ടാണ്. സോ നമുക്ക് ആദ്യം കമ്മീഷൻ്റെ വർക്കിംഗ് നോട്ട് നോക്കാം. ഓക്കെ, ടോട്ടൽ യൂണിറ്റ് സോൾഡ് എത്രടാ? 210 + 130 340. 210 ഇതിനാണ് വിറ്റത്. 130 35,000 വിറ്റത്. അപ്പോൾ ടോട്ടൽ ഇതാണ്. ടോട്ടൽ കമ്മീഷൻ എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടോട്ടൽ ഈ സെയിൽസിന് 5% കൊടുക്കുന്നുണ്ട്. പ്ലസ് 1/4 ഓഫ് ടോട്ടൽ ഗ്രോസ് സെയിൽസ് എത്ര? ഇത് അതിൽ നിന്ന് ടോട്ടൽ കമ്മീഷൻ മൈനസ് എക്സ് മൈനസ് എന്താണ് അവർ പറയുന്നത്? ഇൻവോയ്സ് പ്രൈസിനേക്കാൾ എക്സീഡ് ചെയ്ത എമൗണ്ട് കൊടുക്കണം. അതായത് ഇൻവോയ്സ് പ്രൈസ് 30 ആണ്. സോ 30,000 × 340. അത് കുറച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ കമ്മീഷൻ്റെ വാല്യൂ കിട്ടി എത്ര? 6,64,800. ഇനി അടുത്തത് അബ്നോർമൽ ലോസ് നോക്കാം. ഗുഡ്സ് അയച്ചത് എത്ര? 400. അതിൻ്റെ വാല്യൂ എത്ര? കൺസൈനഡ് എക്സ്പെൻസ് ആഡ് ചെയ്തു എത്ര? അപ്പോൾ ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് 400 യൂണിറ്റിനാണ്. അതിൽ നിന്ന് 10% എന്തായി? 10 യൂണിറ്റ് എന്തായി? നഷ്ടമായി. സോ ഇത്രയാണ് എക്സ്പെൻസ്. കുറച്ചിട്ട് ബാക്കി കൺസൈനിക്ക് ഇത്രയാണ് കിട്ടിയത്. 390 ഗുഡ്സ് ഇത്രയും രൂപയ്ക്കാണ് കിട്ടിയത്. കൺസൈനിയുടെ എക്സ്പെൻസ് നോൺ റിക്കറിങ് എത്രയാണ്? ക്ലിയറിംഗ് ചാർജ് 31,200 ആഡ് ചെയ്തപ്പോൾ കിട്ടി. മനസ്സിലായോ? ഇതാണ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ആണ് ഇത്. ഇതെവിടെ കൊടുത്തു? അതിൽ ലോഡിംഗ് ഉണ്ട്. 10-ന് 6,000 വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് മനസ്സിലായോ എന്നറിയില്ല, ഒന്നുകൂടി പറയാം. ടോട്ടൽ അവർ 400 ഗുഡ്സ് അയച്ചിടാം. അതിൻ്റെ വാല്യൂ ആണ് ഒരു 1,20 lakh എന്ന് പറയുന്നത്. അതിനകത്ത് കൺസൈനൻ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തു 96,000. അപ്പോൾ 400 ഗുഡ്സിന് 400 സിവിങ് മെഷീന് ഇത്രയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അവർ അയച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? നഷ്ടം വന്നു. ഒരു 10 യൂണിറ്റ് നഷ്ടമായി, സ്റ്റോളനായി. അപ്പോൾ 10 യൂണിറ്റിന്, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 400 യൂണിറ്റിനാണ്. അതിൽ നിന്ന് 10 യൂണിറ്റിൻ്റെ അറിയാൻ വേണ്ടി ബൈ 400 × 100 10 ചെയ്താൽ 10 യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. സോ കുറച്ചിട്ട് ബാക്കി കൺസൈനിക്ക് 390 സ്വിമ്മിങ് മെഷീനേ കിട്ടിയുള്ളൂ. അതിൻ്റെ റേറ്റ് ഇത്രയായിരുന്നു. ദെൻ കൺസൈനിക്ക് വന്ന എക്സ്പെൻസ് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 390 മെഷീന് ഇത്രയുമാണ് അയാൾക്ക് ടോട്ടൽ റേറ്റ് വരുന്നത്. ഇവിടെ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കിട്ടിയല്ലോ, എഴുതി. അതിനകത്ത് ലോഡിംഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കുറച്ചു. 10-ന് 6,000 വെച്ചിട്ട് കുറച്ചു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇനി നോക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ 390 മെഷീനാണ്. ഇനി എത്ര സ്റ്റോക്ക് ഉണ്ട്? ബാക്കി 400-ൽ നിന്ന് 340 പോയിട്ട് 390-ൽ നിന്ന് 340 പോയിട്ട് ബാക്കി 50 ഇനിയുള്ളത്. സോ ഇതെന്ന് പറഞ്ഞാൽ 390-ൻ്റെ വാല്യൂ ആണ്. സോ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 50 ചെയ്താൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂവും കിട്ടും. സോ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടി. അതിനകത്ത് എന്തുണ്ട്? ലോഡിംഗ് ഉണ്ട്. 50 മെഷീന് 6,000 രൂപ വെച്ചിട്ട് അതും കൊടുത്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടി. ക്ലിയർ അല്ലേ?
ദെൻ നെക്സ്റ്റ് ജതിൻ, അതായത് കൺസൈനിയുടെ അക്കൗണ്ട് വരച്ചു. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം ഇങ്ങോട്ട് എഴുതുക. ക്ലിയറിംഗ് ചാർജ്, ഇവിടെ സെയിൽസ് അതെഴുതി. ഇവിടെ നമ്മൾ ഇവിടെയുള്ള അതിനെല്ലാം കൂടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരു റേറ്റ് ആക്കിയത് 31,200 5,10,000 6,64,800 കൂടി ആഡ് ചെയ്തിട്ട് ഒരു വാല്യൂ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതാണിത്. ദെൻ ബാക്കി വന്നത് ബൈ ബാങ്ക്. ഇനി സെറ്റിൽ ചെയ്യാനുള്ള എമൗണ്ട് ഇത്രയാണ്. ഇതാണ് ബാലൻസിങ് ഫിഗർ. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റിനകത്ത്. 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഈ പറഞ്ഞ കമ്മീഷൻ്റെ കാൽക്കുലേഷൻ ചെയ്തു. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ അബ്നോർമൽ ലോസ്, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ്. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ വരൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ആവും. Miss Ranpur and Company of Hyderabad consigned 2,400 cases of glassware costing 70 each on consignment basis. അപ്പോൾ റാംപൂർ ആൻഡ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ചെന്നൈയിലുള്ള ആൻഡ് കമ്പനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. 2,400 കേസസ് ആണ് 70 രൂപ വെച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അവർക്ക് കമ്മീഷനുണ്ട്. ഫസ്റ്റത്തത് നോർമൽ സെല്ലിംഗ് പ്രൈസിന് 70 രൂപ, ഒരു കേസിന് 70 രൂപ വെച്ചിട്ട് അവർക്ക് കമ്മീഷനുണ്ട്. രണ്ടാമത്തത് നോർമൽ സെല്ലിംഗ് പ്രൈസിന് 5%, നോർമൽ പ്രൈസിന് മുകളിൽ നടത്തിയ സെയിൽസിന് 1% കമ്മീഷനും വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ഡെൽക്രിഡർ കമ്മീഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ് കമ്പനി റിപ്പോർട്ട് ചെയ്ത സെയിൽസാണ്. ആദ്യം 600 കേസ്, പിന്നെ 500 കേസ്, പിന്നെ 600 കേസ്, പിന്നെ 700 കേസ്, അങ്ങനെ ഇത്രയും കേസസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റും തന്നിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ 600, 500, 600, 700 ഇതാണ് അവരുടെ സെയിൽസിൻ്റെ കേസസ് എത്ര കേസാണ് അവർ സെയിൽ ചെയ്തത് എന്നുള്ളതാണ്. ആദ്യം സെല്ലിംഗ് പ്രൈസ് എഴുതി 70, 80, 75, 80. ടോട്ടൽ സെയിൽസ് അറിയാൻ വേണ്ടി ഇത് ചെയ്താൽ ടോട്ടൽ 600 × 70, 500 × 80, 600 × 75, 700 × 80 ചെയ്താൽ ടോട്ടൽ സെയിൽസ് കിട്ടും. കാരണം സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്, സെയിൽസ് ചെയ്ത് യൂണിറ്റും തന്നിട്ടുണ്ട്. സോ ടോട്ടൽ സെയിൽസ് അതിൽ നിന്ന് കിട്ടി. നോർമൽ കമ്മീഷൻ എത്ര? 5%. അപ്പോൾ എത്ര? ഇതിന് എല്ലാം 5% വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്തു. അഡീഷണൽ കമ്മീഷൻ എത്ര? 1%. അത് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് മോർ ദാൻ ദി നോർമൽ സെല്ലിംഗ് പ്രൈസ്. നോർമൽ സെല്ലിംഗ് പ്രൈസ് 70 ആണെന്ന് പറയുന്നുണ്ട്. 70-നേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? 1% കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 70-നേക്കാൾ കൂടിയ 3 കേസസ് ഉണ്ട്, 80, 75, 80. അപ്പോൾ ഫസ്റ്റ് കേസിനില്ല, അടുത്ത കേസിന് അവർ കൂടിയിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് മോർ ദാൻ 70 ആയി. സോ അതിന് വീണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? 40,000-ന് 1% കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, 400. ദെൻ 45,000-ന് 1% കമ്മീഷൻ, 450. ദെൻ 56,000-ന് 1% കമ്മീഷൻ. ഇതിനില്ല, കാരണം അത് 70 രൂപയാണ്. 70 രൂപയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ 1% കമ്മീഷൻ സെയിൽസിന് പുറത്ത് വീണ്ടും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഡെൽക്രിഡാർ കമ്മീഷൻ 1/4 ഓൺ ടോട്ടൽ സെയിൽസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4%, അതായത് 0.25. അപ്പോൾ 42,000 × 0.25, അതായത് 1/4% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1/4, 0.25 അവരെന്ത് ചെയ്യാണ്? 42,000 × 25, 42,000 × 25. ഓക്കെ, അതായത് 1/4% അത്രയും അവരെന്ത് ചെയ്യാണ്? കമ്മീഷൻ കൊടുക്കുകയാണ്. അടുത്ത ഡെൽക്രിഡാർ കമ്മീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ 1/4, അതായത് 0.25% അവർ കമ്മീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ 42,000-ന് 0.25 എന്ന് പറയുമ്പോൾ 105. ദെൻ 45,000-ന് 0.25 എന്ന് പറയുമ്പോൾ 40,000-ന് 0.25 ആകുമ്പോൾ ഇത്. അടുത്തത് 45,000-ന് 0.25 ആകുമ്പോൾ ഇത്. പിന്നെ 56,000-ന് 0.25% ആകുമ്പോൾ 140. സോ എല്ലാത്തിനും 0.25% എടുത്തപ്പോൾ ഡെൽക്രിഡറും കിട്ടി. സോ നോർമൽ 5%, അഡീഷണൽ 70 കൂടിയിട്ടുള്ളവർക്ക് 1% വെച്ച്. ഡെൽക്രിഡർ എല്ലാവർക്കും 1/4%, അതായത് 0.25% കമ്മീഷൻ. അപ്പോൾ ടോട്ടൽ കമ്മീഷൻ കിട്ടിയില്ലേ? ഇത് പ്ലസ് ഇത്. ടോട്ടൽ കമ്മീഷൻ മാത്രമേ എടുക്കാവൂ, സെയിൽസ് ആഡ് ചെയ്ത് വെക്കരുത്. നമുക്ക് ടോട്ടൽ കമ്മീഷനാണ് വേണ്ടത്. സോ ഇതേ പ്ലസ് ഇത്, ദെൻ ഇത് 3
ദെൻ ഇത് 3, ദെൻ ഇത് 3. അപ്പോൾ ടോട്ടൽ കമ്മീഷൻ കിട്ടി. അപ്പോൾ കൺസെയിനിക്ക് കിട്ടേണ്ട ടോട്ടൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും കൂടി ആഡ് ചെയ്താൽ മതി. ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺസെയിനിക്ക് കിട്ടേണ്ട ടോട്ടൽ കമ്മീഷൻ വരും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് MCQയിലാണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. MCQയിൽ ഒന്നുകിൽ അബ്നോർമൽ ലോസിൻ്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ കമ്മീഷൻ്റെ കാൽക്കുലേഷൻ, ഇത് 3 ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺസെയിനൻ്റ് എക്സ്പെൻസ് എന്ത് വരും, കൺസെയിനിയുടെ എന്തിൽ ഇൻക്ലൂഡഡ് ആവില്ല, എന്ത് അക്കൗണ്ടാണ്, അങ്ങനെയുള്ളത്. സോ മെയിൻലി കമ്മീഷൻ, അബ്നോർമൽ ലോസ്, അൺസോൾഡ് സ്റ്റോക്ക്, ഇത് 3ൻ്റെയും കാൽക്കുലേഷനാണ് പഠിക്കാനുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. 7 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൺസെയിൻമെൻറ്റ് അക്കൗണ്ടും കൺസെയിനീഡ് അക്കൗണ്ടും വരയ്ക്കാനാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത പോലെ ഈ കേസസിൻ്റെ അങ്ങനെയും ചോദിക്കാറുണ്ട്. സോ അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കൺസെയിൻമെൻറ്റും കൺസെയിനീഡ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ആദ്യം ജേണൽ എൻട്രി കൊടുത്തത്. പിന്നെ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൺസോൾഡ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ആദ്യം കോസ്റ്റ് എടുക്കണം. കൺസെയിനൻ്റ് എക്സ്പെൻസ് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. കൺസെയിനീഡ് എക്സ്പെൻസ് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. അബ്നോർമൽ ലോസ് ആണെങ്കിൽ എത്രയാണ് ലോസ് വന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കണം. അബ്നോർമൽ ലോസിൽ എപ്പോഴും കോസ്റ്റും വരും, കൺസെയിനൻ്റ് എക്സ്പെൻസ് വരും. കൺസെയിനീഡ് വരൂലെന്ന് നോക്കണം. കൺസെയിനിക്ക് സാധനം കിട്ടുന്നതിന് മുമ്പാണ് നഷ്ടം വന്നിട്ടുള്ളതെങ്കിൽ കൺസെയിനീഡ് എക്സ്പെൻസ് വരില്ല. കൺസെയിനിക്ക് കിട്ടിക്കഴിഞ്ഞ് ഗോഡൗണിൽ ഇരിക്കവെയാണ് നഷ്ടം വന്നതെങ്കിൽ കൺസെയിനീഡ് എക്സ്പെൻസ് കൂടി അതിൻ്റെ കൂടെ അബ്നോർമലിൻ്റെ കൂടെ എടുക്കണം. കമ്മീഷൻ വേറെ ഒന്നുമില്ല. ടോട്ടൽ കമ്മീഷൻ എടുക്കാതെ ഗ്രോസ് സെയിൽസിൽ നിന്ന് ടോട്ടൽ കമ്മീഷൻ ലെസ് ചെയ്ത് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയും, ഇത്ര എമൗണ്ട് എന്ന് വെച്ച് പറയും സെയിൽസിന് പുറത്ത്. അതും ചെയ്യാം. അപ്പോൾ കമ്മീഷൻ കിട്ടും. പിന്നെ അല്ലെങ്കിൽ കമ്മീഷൻ ആ ഒരു ടൈപ്പ് കാൽക്കുലേഷനും ഉണ്ട്, എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതുമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ കേസസ് വെച്ചിട്ടുള്ള അങ്ങനെയുണ്ട്. നോർമലും ഡെൽക്രിഡറും അഡീഷണലും അങ്ങനെയുണ്ട്. സോ ഇതാണ് മാക്സിമം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന ഏരിയാസ്. ഇതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൺസൈൻമെൻറ്റ് എന്താണ്, പാർട്ടീസ് എന്താണ്, കമ്മീഷൻ്റെ ടൈപ്പ്, പ്രൊഫോമ ഇൻവോയ്സ് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നു, അക്കൗണ്ട് സെയിൽസ് കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നു, സെയിൽസും കൺസൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. MCQ പറഞ്ഞു. എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയെടുക്കുക. ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടി ഉള്ളൂ, ഹയർ പർച്ചേസ്. അതിൽ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോ തൊട്ട് പിന്നാലെ ഇടാം. സോ ഇത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി മാക്സിമം ഫാസ്റ്റിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡിലേ ഒക്കെ വരുന്നത് എന്താണ്, ഞാൻ ഇൻറ്റൻഷനലി ചെയ്യണതല്ല. ഈ പറഞ്ഞ പോലെ നോട്ട് പ്രിപ്പറേഷനും അതുപോലെ അപ്ലോഡിങ്ങിൽ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഞാൻ മാർച്ച് 19 എടുത്ത നോട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് പ്രോസസ്സിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ഡിലേ വന്നതാണ്. സോ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് കോസ്റ്റിങ്ങോ ലോയോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഐ തിങ്ക് ലോ നമുക്ക് തുടങ്ങാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ലോ എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റും, കോസ്റ്റിങ് കുറച്ചും കൂടി ടൈം എടുക്കും. സോ നോക്കാം. എല്ലാവരും എന്തായാലും ഇത് ഫുള്ളായിട്ട് കാണുക. ദെൻ ഹയർ പർച്ചേസിൻ്റെ വീഡിയോയും കൂടി ആകുമ്പോൾ കഴിയും. സോ നമ്മൾ ഇതുവരെ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് NPO, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, ഇൻഷുറൻസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, കൺസൈൻമെൻറ്റ്, ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹയർ പർച്ചേസ്. അങ്ങനെ ടോട്ടൽ അക്കൗണ്ട്സിൽ നമുക്ക് 11 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. സോ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, റിപ്പീറ്റഡ്ലി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ട്.